സഞ്ജുവിനോട് എനിക്ക് പറയാനുള്ളത് പോലെ ഗോഡ് ബ്ലെസ് യു. പിന്നെ ഞാൻ നിനക്ക് തമാശക്ക് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു എടാ കുഴപ്പമില്ലടാ വീട്. ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ വിട്ടു, അതല്ലേ ഞാൻ അംഗീകാരത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ സെലക്ഷന് വേണ്ടി കളിച്ചിരുന്നു. എന്താ പറയണ ഇപ്പൊ എന്നെ ചാടാൻ കളിക്കണ പോലെ എനിക്ക് അങ്ങോട്ടായിരുന്നു. ഐ ഡോണ്ട് കെയർ ഈവൻ ഇഫ് യു ലവ് മീ ഓർ ഇഫ് യു ഹേറ്റ് മീ. ആ ആറ്റിറ്റ്യൂഡ് നല്ലതല്ല. അവന് സത്യം ഓർമ്മ വന്നത് കേരളത്തിൽ കളിച്ച് കേരള രഞ്ജി ട്രോഫിന്ന് ഡ്രോപ്പ് ആയിരുന്ന സഞ്ജുവിന് സാംസണെ രാജസ്ഥാൻ റോയൽസിന്റെ ട്രയൽസിന് രാഹുൽ ദ്രാവിഡ് ക്യാപ്റ്റൻ ആണ്ട് അന്വേഷിച്ച് രാജസ്ഥാൻ റോയൽസിനെ വിളിച്ചു. സഞ്ജു നീ എവിടെയുണ്ട്, ഒന്ന് വരുമോ പ്ലീസ്, ഞാൻ ക്രിക്കറ്റ് കളിച്ചത് എൻ്റെ ക്ലാസ് ഭംഗിയാനും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി വൈകുന്നേരം കൂട്ടുകാരോട് ഇപ്പം എടപ്പള്ളി ഹൈസ്കൂളിലാണെങ്കിലും ബാംഗ്ലൂർ അക്കാഡമി പോയപ്പോഴും എന്തുകൊണ്ടാണ് പോകാൻ കാരണം ക്രിക്കറ്റിനെ ഞാൻ അതുപോലെ സ്നേഹിച്ച് ക്രിക്കറ്റിനെ ഞാൻ ഫേമസ് ആവണം എന്ന് പറഞ്ഞ് ക്രിക്കറ്റ് തുടങ്ങിയിട്ടില്ല. ക്രിക്കറ്റ് കളിച്ച് സെലക്ഷൻ കിട്ടാണ്ടായി കഴിഞ്ഞപ്പം എനിക്ക് ഇന്ത്യ കളിക്കണം ഫേമസ് ആവണമെന്നുണ്ട്. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ടു ഇന്ത്യവുഡ്. സോ എ സി വണ്ടിയിൽ അല്പം വിയർക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയേണ്ടി വരും. കാരണം ഇന്ന് ഞാനിപ്പോൾ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്ന മനുഷ്യൻ്റെ വലുപ്പം അത്രയാണ്. ഒരുപക്ഷെ ചെറുപ്പം മുതലേ ക്രിക്കറ്റൊക്കെ കളിച്ച് ഭ്രാന്ത് പിടിച്ച് നടന്ന ആളുകളൊക്കെ ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല 2 തവണ ലോകകപ്പ് ജയിച്ച, നമ്മളൊക്കെ കണ്ടു വളർന്ന് ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് താരങ്ങളുടെ കൂടെ എല്ലാം കളിച്ച, നമ്മളെ വിസ്മയപ്പെടുത്തിയ ഒരു കളിക്കാരൻ്റെ ഇൻ്റർവ്യൂ ഞാനിങ്ങനെ കൊച്ചി സിറ്റിയിൽ ഒരു വണ്ടിയിലിരുന്ന് ഒരുമിച്ച് എടുക്കുമെന്നുള്ളത്. ആൻഡ് യു മൈസ്റ്റ് ഹാവ് ഓൾറെഡി ഗെസ്ഡ് ഇറ്റ്, തംബ്നെയിലിൽ കാര്യങ്ങളെല്ലാം ഉണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. നൺ അതർ ദാൻ അവർ ഓൺ ശ്രീശാന്ത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഞാൻ മുമ്പ് പല സെലിബ്സിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ റീസെൻ്റ്ലി എടുത്തു തുടങ്ങി. പക്ഷേ ഇതിനെനിക്കൊരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, വല്ലാത്തൊരു, എന്നാൽ അതുപോലെ ടെൻഷനും ഉണ്ട്. ബട്ട് ഐ എം ട്രൈങ് ടു കീപ് ദ കോൺവെർസേഷൻ ആസ് ഓർഗാനിക് ആസ് പോസിബിൾ. ചിലപ്പോൾ കുറേ കാര്യങ്ങൾ ചോദിക്കാൻ മറക്കുമായിരിക്കും, ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അധികം ചോദിക്കുമായിരിക്കും. ഐ എം ജസ്റ്റ് എക്സൈറ്റഡ്. നമ്മളുടെ ഒരു ഐഡൽ, ആൻഡ് ദ മാൻ ഹു ഹാസ് ഡിഫൈൻഡ് കം ബാക്ക് ഇൻ സോ മെനി വേസ്. ഓ മൈ ഗോഡ്, കം ബാക്ക്, സംബഡി ഫിക്സ് ദിസ് റോഡ്. ശ്രീയേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡാണ്. ഒരു 10-20 മീറ്റർ ഇച്ചിരി ശോകമാണ്, ബട്ട് വിൽ മാനേജ്. ഓ മൈ ഗോഡ്, I'm almost there. So I hope I do justice to this program. I hope I do justice to the man he is. And I'm excited. Fingers crossed. I'm waiting for him and I am reaching his home. Yes. അപ്പോൾ ഇനി ബാക്കി പുള്ളിയെ കൂടെ വെൽക്കം ചെയ്തിട്ട് നമുക്ക് കാണാം. I'm pretty much excited. Really nervous. We'll go for a drive and we'll discover more about the legend. വണ്ടി ഓടിക്കാൻ അറിയാം, ഒരു കണക്കിന് വണ്ടി ഓടിച്ചു. നമ്മൾ ഈ ഷോ നടത്തുമ്പോൾ ഒരു പ്രശ്നം ഉണ്ട്, അറിയണ്ട, നിങ്ങൾ നമ്മൾ സംസാരിക്കില്ലേ, സംസാരിക്കുമ്പോൾ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മള് ചീഫ് മിനിസ്റ്റർ അറിയുന്നില്ല നന്നായി, അല്ലെങ്കിൽ ചിരിക്കുന്ന അല്ല എല്ലാവരും കേട്ടോ. പണ്ടത്തെ സാറും അടിപൊളിയായിരുന്നു, പ്രകാശ് സാറും. അതെന്തായാലും ഞാൻ വണ്ടി കയറിയപ്പോ അടിപൊളി കേട്ടോ. ഇതിന്റെ സെയിം ഒരു ഹിന്ദി വേർഷൻ ചെയ്തായിരുന്നു നമ്മളൊരു 4-5 വർഷം മുമ്പ്. അതിന്റെ പേരെന്തായിരുന്നു? എന്റെ ഒരു ബോംബെ ജേണി അല്ലല്ലോ, വേറെ ആണല്ലേ. ബട്ട് ശ്രീയേട്ടാ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ എ സിയിലിരുന്ന് അല്പം വേർത്തൊരു മനുഷ്യനാണ്. എ സിയിലാണോ? ഞങ്ങളും അതല്ലോ. അന്നത്തിന് നേരത്തെ പറയാറുണ്ട്, ഞങ്ങളും കൂടെ അവിടെ പഠിക്കണേ വണ്ടി ഓടിക്കാൻ. ഞാനിങ്ങനെ അനീജ്, താങ്ക് യു സോ മച്ച് ഫോർ ഷെയ്ക്കാനൊക്കെ തരണം. Shreya, I'm telling you, I'm keeping this as unfiltered as possible, as organic as possible. മനസ്സിലായില്ലേ? ഇത് അൺഫിൽറ്റർഡ് ആണ്, ഓർഗാനിക് ആണ്, മാക്സിമം പോസിബിൾ ആക്കാൻ നോക്കുകയാണെന്നാണ് പറയണത്. പക്ഷെ അറിയാലോ, ഈ ക്യാമറയൊക്കെ അൺഫിൽറ്റർഡ് ആണ്, കറക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റുമോ? സംസാരം അപ്പൊ സ്പെസിഫിക് നമ്മളൊരു ഗോള് ചോദിക്കുമ്പോൾ നമ്മൾ പറയില്ല, മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എക്സാക്ട് കാര്യം പറയണം എന്ന് പറയും. അതെ. അപ്പൊ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, ഞങ്ങളുടെ സംസാരം അൺഫിൽറ്റർഡ് ആണ്, ബാക്കിയൊക്കെ സെറ്റപ്പ് ആണ്. ഒരു കുഴപ്പമില്ല. വെള്ളം ഞാൻ ഇതിനെ സ്പോൺസറിന് കാണിക്കുന്നല്ലോ, നമ്മള് ഇതിലും വലിയ സ്പോൺസേഴ്സ് ഒക്കെ നമുക്ക് വരും, എല്ലാം വരും. സോ ശ്രീയേട്ടാ, ഒരു ആസ് എ 90s kid growing up, cricket was the only religion we knew. അത് എന്ന് പറഞ്ഞത് കോൺട്രവേഴ്സി തുടങ്ങിയവൻ. അയ്യോ തീർച്ചയായിട്ടും പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ ഞാനൊക്കെ ക്രിക്കറ്റ് കണ്ട് വളർന്ന സമയത്ത്
First and foremost, I want to say an apology. As a Malayali, I owe you an apology. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ പറയാം, ഇത് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ ആണ്. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് പീപ്പിൾ വിൽ അഗ്രി ടു മീ ഓർ നോട്ട്. യു ആർ വേ അഹെഡ് ഓഫ് യുവർ ടൈം. കാരണം ഇന്ന് വി ആർ പ്രിറ്റി യൂസ് ടു അഗ്രഷൻ. വിരാട് കോഹ്ലീസ് അഗ്രഷൻ, മുഹമ്മദ് സിറാജിന്റെ അഗ്രഷൻ, പിന്നെ തീർച്ചയായിട്ടും എല്ലാം കാണിക്കുമ്പോൾ വി ആർ ഓൾ എൻജോയിങ് ഇറ്റ്, വി ആർ ഓൾ ഡൂയിങ് ദാറ്റ്. ബട്ട് ഐ ബിലീവ് വി ആസ് എ സൊസൈറ്റി വർ നോട്ട് കൈൻഡ് ഇനഫ് ടു വാട്ട് യു ഷോ, വാട്ട് യു എന്താ പറയുക, അന്ന് കാണിച്ച കാര്യങ്ങളോട് ചിലപ്പോൾ അല്പം ആളുകൾ ഓ ഇയാൾ എന്തിനാണ് ഇത്ര അഗ്രസീവ് ആവുന്നതെന്ന് ചോദിച്ചിട്ട് ജാടാന്നാണ് ആളുകൾ അതിനെ പെർസീവ് ചെയ്തത്. അപ്പോ അവനിപ്പോ നടുക്കിരുത്തി എനിക്ക് മനസ്സിലായി. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിലെ ക്യാമറ ഉണ്ടല്ലേ ഇപ്പൊ? അതെ, അല്ലേ കാണിച്ചു തരായിരുന്നു. ഞാൻ ഇങ്ങോട്ടേക്ക് ഒതുക്കി കൊടുക്കും. നമ്മളെപ്പോഴും ഭയങ്കര വിനയനാണ്. തീർച്ചയായിട്ടും. സോ പേഴ്സണലി ഐ തിങ്ക് ആസ് എ സൊസൈറ്റി ഒരു അപ്പോളജി പറയണത് മലയാളികൾ എനിക്ക് വേണ്ട പോലെ അംഗീകാരം തരാതെ കൊണ്ടാണ് ഇപ്പൊ മോൻ നിങ്ങൾ അതിന്റെ ആവശ്യമില്ല, അത് ക്യാൻസൽ ചെയ്ത്. കാരണം പറയാം, തുടക്കത്തിൽ ഞാൻ പറയാം, ഗോഡ്സ് ബീൻ കൈൻഡ്. ഐ എം വെരി പ്രൗഡ്, ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഞാൻ ഇവിടെ തന്നെ കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ ബാംഗ്ലൂരിൽ പഠിച്ചെങ്കിലും തിരിച്ച് ഇന്ത്യ കളിക്കാൻ കേരളത്തിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് അംഗീകാരങ്ങൾക്ക് വേണ്ടിയാന്ന് പല ഇന്റർവ്യൂവിലും ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഇപ്പോഴത്തെ പല സെലിബ്രിറ്റീസും മലയാളം ഏതുകൊണ്ടാണ് എന്നൊക്കെ പറയാനുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു അർത്ഥമില്ല. കാരണം ചില സിനിമയിൽ തനിച്ച് വെട്ടി വന്ന വഴി, ഒരുത്തിനും ഒരാളും തനിച്ച് വെട്ടി ഒരു വഴിയില്ല. ഞാൻ ഒരിക്കലും അതിൽ വിശ്വസിക്കുന്നില്ല. ദർ ഇസ് നത്തിങ് കോൾഡ് വൺ മാൻ ആർമി. അതൊക്കെ വെറും ഒരു ആ ഒരു സമയത്ത് വരുന്നു, ഓക്കെ, അത് മാർക്കറ്റ് ചെയ്യുന്നു. ദർ ഇസ് നത്തിങ് കോൾഡ് ആൻ ഇൻഡിവിജ്വൽ ഡൂയിങ് ഇറ്റ് അലോൺ. എനി പ്രൊഫഷൻ. അച്ഛനും അമ്മ ഇല്ലണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നടക്കില്ല. വരുമോ? ഒന്ന് സ്കൂളിൽ പോയിട്ടില്ലെങ്കിലും എവിടെ നിന്നായിരിക്കും പഠിക്കണേ? ഏതെങ്കിലും ഒരാൾ പറഞ്ഞ് സംസാരിച്ചിട്ടായിരിക്കും പഠിക്കുന്നത്. ഐ എം ഗോയിങ് എക്സ്ട്രീംലി ഡീപ്പ് ഹിയർ. ഒരു പൊയറ്റിക് പോലെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ചെയ്യുന്നത് എല്ലാം നമ്മുടെ പ്ലാൻസ് വെച്ച്, നമ്മുടെ ചോയ്സസ് വെച്ചാണല്ലോ. തീർച്ചയായിട്ടും. അതിന് അംഗീകാരം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല ഞാൻ ക്രിക്കറ്റ് കളിച്ചത്. ഞാൻ ക്രിക്കറ്റ് കളിച്ചത് എൻ്റെ ക്ലാസ് ഭംഗിയാനും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി വൈകുന്നേരം കൂട്ടുകാരോട്. ഇപ്പോൾ എടപ്പള്ളി ഹൈസ്കൂളിലാണെങ്കിലും ബാംഗ്ലൂർ അക്കാഡമി പോയപ്പോഴും എന്തുകൊണ്ടാണ് പോകാൻ കാരണം, ക്രിക്കറ്റിനെ ഞാൻ അതുപോലെ സ്നേഹിച്ച്, ക്രിക്കറ്റിനെ ഞാൻ ഫേമസ് ആവണം എന്ന് പറഞ്ഞ് ക്രിക്കറ്റ് തുടങ്ങിയിട്ടില്ല. ക്രിക്കറ്റ് കളിച്ച് സെലക്ഷൻ കിട്ടണ്ടായി കഴിഞ്ഞപ്പം എനിക്ക് ഇന്ത്യ കളിക്കണം, ഫേമസ് ആവണമെന്നുണ്ട്. പക്ഷെ ആ തുടക്കം അതല്ല, ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ഞാനിപ്പോ മോൻ പറഞ്ഞ ആ ഒരു, എനിക്ക് മോന്ന് പറയാൻ കാര്യം, എനിക്ക് 44 ആയി, റണ്ണിങ് ടു 40. എന്റെ അച്ഛനും ഇടയ്ക്ക് മോനെ എന്നൊക്കെ വിളിക്കണ അച്ഛനിപ്പോ അപ്പൊ സോ ടു സ്റ്റാർട്ട് വിത്ത് നമ്മുടെ ഷോ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞ ആ ഒരു സോറിനോട് എനിക്ക് പറയാനുള്ള നാട്ടുകാരോടും കൂട്ടുകാരോടും വീട്ടുകാരോടും. എന്റെ ഒരു ഡയലോഗാണ് കമന്ററി ഒക്കെ പണ്ട് പറയുമ്പോൾ. എന്നെപ്പോഴും പറയും, നാട്ടുകാരെ, കൂട്ടുകാരെ, വീട്ടുകാരെ, ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് കേക്ക്. ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന്, സോറിക്ക് പകരം താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. ഇറ്റ് സൗണ്ട്സ് മച്ച് ബെറ്റർ. അപ്പൊ ഈ താങ്ക് യു ഫോർ പേഷ്യൻസ് പറയുമ്പോൾ തന്നെ സോറിയിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്, ഒരു സിമ്പതി ഉണ്ട്. നമ്മൾ ജീവിക്കുന്നത് സിമ്പതിക്ക് വേണ്ടിയല്ല, നമുക്ക് സ്വന്തം എംപതി വേണം. വി നീഡ് ടു ഹാവ് എംപതി ഓൺ എവറി ഇൻഡിവിജ്വൽ, എവറി സിറ്റുവേഷൻ. പക്ഷെ ഒരിക്കലും സിമ്പതിക്ക് വേണ്ടിയല്ല. ഇപ്പൊ പറഞ്ഞ സോറിയിൽ ഒരു സിമ്പതിയാണ്. കാരണം അതെ, ഉറപ്പായിട്ടും. പക്ഷെ ഐ നെവർ എക്സ്പെക്ടഡ് എവറി ഇൻഡിവിജ്വൽ, എസ്പെഷ്യലി മലയാളി ആൻഡ് എവരിബഡി ടു അണ്ടർസ്റ്റാൻഡ് മീ ഓർ മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഞാൻ ഇടയ്ക്ക് പണ്ട് എന്നോട് കൂട്ടുകെട്ടിൽ പറഞ്ഞിട്ടുണ്ട്, നീ ഭയങ്കര മിസ്അണ്ടർസ്റ്റുഡ് ആണ്, നീ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനല്ല. പക്ഷെ എനിക്ക്, ഫോർ എക്സാമ്പിൾ, ഐ നെവർ തോട്ട് അബൌട്ട് ഇറ്റ് അൺലെസ് അണ്ടിൽ യു മെൻഷൻഡ് അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, സെന്റ് ജോർജ് പള്ളി, എനിക്ക് ഈ സെന്റ് ജോർജ് പള്ളിയുടെ കാര്യം പറയാം. ഈ സെന്റ് ജോർജ് പള്ളിയിൽ ആദ്യം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴാണ് ഞാനൊരു ഗോൾ ചെയ്തട്ടോ. ആക്ച്വലി ഞാൻ എടപ്പള്ളിലാണ് പണ്ട്. വേണേ ജസ്റ്റ് വണ്ടി നേരെ ഓടിക്കുമല്ലേ, ഒന്ന് ലെഫ്റ്റ് എടുക്കുക. ഈ ലെഫ്റ്റ് അല്ല, അടുത്ത മെയിൻ റോഡിൽ കൂടെ നമുക്ക് പോയി ഒരു എന്തായാലും കഥ പറയുകയാണല്ലോ. പിന്നെ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ പോയി ഒരു റൗണ്ട് അടിച്ച് നമുക്ക് തിരിച്ച് കഫേയിലേക്ക് പോകാം. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ സോ ടു സ്റ്റാർട്ട് വിത്ത് അഗൈൻ ഐ എം ടെല്ലിങ് യു, ഐ എം ജെന്യുവൻലി ഗ്രേറ്റ്ഫുൾ. ഇപ്പൊ ഈ ഒരു ഷോ ആണെങ്കിലും മിക്കവരും പറയും, ഓ ഇപ്പൊ എന്താണ് ഇങ്ങനെ. ഞാൻ പറയാനുള്ളത്, when I get an opportunity, I make full use of it. If I don't get an opportunity, I don't wait for that opportunity, I make one. Okay, ഈ രണ്ട് പോയിന്റും സെയിം ആണ് അല്ലേ? അതുകൊണ്ട് ഇപ്പൊ എന്നെ ഇപ്പൊ ബേസിൽ എന്നോട് പറഞ്ഞപ്പോ തന്നെ ഞാൻ സച്ചിൻ ബേബി, ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ സഞ്ജു സാംസൺ, നിതീഷ്, സൽമാൻ നിസാർ, ബേസിൽ തമ്പി, എത്ര നല്ല നല്ല ക്രിക്കറ്റ്. ഇപ്പൊ രോഹൻ കുന്നുമേൽ, കേരളത്തിലെ പല പല ക്രിക്കറ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ഷോയിൽ കൂടെ ഇഫ് ഐ ക്യാൻ
മേക്ക് അനദർ സച്ചിൻ ബേബി സഞ്ജു ഞാൻ പറയില്ല. ഉം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യങ്സ്റ്റർ ക്രിക്കറ്റ് അല്ല സ്പോർട്ടല്ല എന്ത് ആർട്സിലാണെങ്കിലും നമ്മൾ ഇതിനെ കുറിച്ച് വീണ്ടും കുറെ പല പല സംസാരിക്കുമല്ലോ. അതെ അതെ ഞാൻ മാത്രമാണല്ലോ ദേവനഗുരു കൊണ്ട് ക്രിക്കറ്റും ആർട്സും സ്പോർട്സും സിനിമയും ഓൾറൗണ്ടർ രാഷ്ട്രീയവും എല്ലാം ഉണ്ട്. വയ്ക്കാത്ത ഒരു പരിപാടി ഇല്ലായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അംഗീകാരത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ Okay. സെലക്ഷന് വേണ്ടി കളിച്ചിരുന്നു. ആ. സെലക്ഷൻ കിട്ടാണ്ടായപ്പോ വാശിയായിരുന്നു. ആ. അപ്പൊ എന്താ പറയണ ഇപ്പൊ എന്നെ ചാടാൻ കളിക്കണ പോലെ എനിക്ക് അങ്ങോട്ടായിരുന്നു. ഐ ഡോണ്ട് കെയർ ഈവൻ ഇഫ് യു ലവ് മീ ഓർ ഇഫ് യു ഹേറ്റ് മീ. ഓക്കെ ആ ആറ്റിറ്റ്യൂഡ് നല്ലതല്ല. ഓക്കെ അത് നല്ലതാണ്. മറ്റേ സക്സസ് ആവാൻ ചിലപ്പം ഫേമസ് ആവാനും റിച്ച് ആവാനും ചിലപ്പോൾ ആറ്റിറ്റ്യൂഡ് നല്ലതായിരിക്കും. ഓക്കെ ഇപ്പോഴത്തെ ജനറേഷൻ ആ, മനസ്സിലായി. ഐ ഡോണ്ട് കെയർ ഹൂസ് വാട്ട് എവർ ആ. പീപ്പിൾ സേസ്. അതെ ആ ആറ്റിറ്റ്യൂഡ് ആയിരുന്നു എന്റെ. ഉം. പക്ഷെ ആറ്റിറ്റ്യൂഡ് അല്ല വേണ്ടേ. യു ഷുഡ് കെയർ ഫോർ എവരി ഒപ്പീനിയൻ. ഉം. ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഞാനൊക്കെ ജനിച്ചു ബാംഗ്ലൂർ പഠിച്ചു വരുമ്പോഴൊക്കെ നമ്മളോട് പറഞ്ഞ ഡോണ്ട് കെയർ മാൻ ഉം. വാട്ട് എവർ ഹി സേസ് ഓർ ഷീ സേസ്. നോ, ഓക്കെ that person got an opinion about you because you are somebody and who respects or disrespects you, but he's got an opinion about you, right? yeah he's got an opinion about Why does he have an opinion? Move on, no? So any critic for me, I genuinely care for that. ഒരാൾ എന്നോട് നിനക്ക് എന്താ ഇങ്ങനെയാണോ ബോൾ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് എങ്ങനെയാണ് അറിയാൻ അറിയുള്ളൂ. വേറെ എന്തെങ്കിലും വന്ന് പഠിപ്പിച്ചു ഞാൻ പഠിക്കാം. ഓക്കെ ഞാൻ ഇതുവരെ ഒരു ജംഗ്ഷനിലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മോളിലോ അല്ലെങ്കിൽ എവിടെ അടി ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ വെറുതെ അനാവശ്യമായിട്ട് എന്ന് പറഞ്ഞാൽ അതെ. എൻ്റെ ഒരു ഇന്ത്യയിൽ ഇതാണ് സെന്റ് ജോർജ് പള്ളി. എന്തായാലും ഞാൻ പറഞ്ഞ കഥ എന്നൊന്നല്ല, സെന്റ് ജോർജ് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പിങ്കു തോമസും ഞാനൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നീ എൻ്റെ പ്ലാനൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ തമാശക്ക് 11th സ്റ്റാൻഡേർഡിൽ വെച്ച് ഞാൻ ഹിന്ദി കളിക്കുന്നു. അപ്പോൾ ഈ പള്ളിയിൽ വെച്ചാണ് ഞാൻ ഗോളൊക്കെ എഴുതി കഴിഞ്ഞ ഈ പള്ളിയിൽ വെച്ചാണ് ഞാൻ പറഞ്ഞത് ഇതാണ് എൻ്റെ ഗോൾ. ഓക്കെ അപ്പൊ പിങ്കു മാത്രം ചിരിച്ചില്ല. ചെറിയൊരു നിനക്ക് പറ്റും, ഓക്കെ യു ആർ വെരി ഗുഡ്. എന്നുള്ളൊരു പിങ്കു മാത്രം. പിന്നെ എൻ്റെ വേറെ ആരായാലും ഞാൻ എന്ത് കളിക്കുന്ന പറഞ്ഞാൽ പറയണം. എങ്ങനെ അറിയോ, കേരളക്ക് കളിക്കുക. എന്നിട്ട് നീ ഇതിനെ പറ്റി ചിന്തിക്കും. അതായിട്ട് നീ കേരളക്ക് പോയിട്ട് എറണാകുളം ഡിസ്ട്രിക്റ്റ് കളിക്കുക. നീ ബാംഗ്ലൂർ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. നീ ആദ്യം കേരളത്തിന്റെ എറണാകുളം ഡിസ്ട്രിക്ട് കളിക്കുക. അതൊക്കെ പോട്ടെ ക്ലബ്ബിൽ കളിക്കാതെ ക്ലബ്ബിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഡിവിഷൻ കളിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഐ എം ജെന്യുവൻലി ഗ്രേറ്റ്ഫുൾ ടു ഇത് എടപ്പള്ളി കോവിലിന്റെ നമ്മുടെ ഇവിടെ എത്തി എടപ്പള്ളി തള്ളി കഴിഞ്ഞിട്ട് ഇതൊക്കെ എൻ്റെ ഏരിയ ആണ് കേട്ടോ. ഞാൻ ജനിച്ചു വളർന്ന ഇവിടെ എറണാകുളത്തേക്ക് മാറിക്കഴിഞ്ഞപ്പം ഞാനിപ്പോ നമ്മളിപ്പോ പോണതൊരു ഞാൻ പണ്ട് അച്ഛനും ഇതൊരു കാറുള്ള ഷോ ആയതുകൊണ്ട് അതെ നമ്മുടെ പറയാനുള്ളത് ഞാൻ പണ്ട് അച്ഛൻ LIC വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കോതമംഗലത്ത് നിന്ന് നമ്മളെയും കൊണ്ട് മാറിയപ്പം ഒരു വീട്ടിൽ താമസിക്കായിരുന്നു വാടകയ്ക്ക്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു പറമ്പുള്ള വീട്ടിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ കാരണം. ഇവിടെ ഈ എടപ്പള്ളിയിലുള്ള അപ്പൊ സൈക്കിളിൽ BSSLR സൈക്കിളിൽ ഈ എടപ്പള്ളി ജംഗ്ഷൻ ചങ്ങമ്പുഴ പാർക്ക് തൊട്ട് ഇവിടെയുള്ള എല്ലാ എവിടെയൊക്കെ ഒരു വീടിന് മുന്നിൽ കുറച്ച് സ്ഥലമുണ്ടോ അവിടെയൊക്കെ നമ്മൾ പോയി ഇത് ഇവിടെ ആയിരുന്നു തുടക്കം. ഇതിപ്പോ നമ്മുടെ ഇതാണ് ഞാൻ പറഞ്ഞ അൺഫിൽറ്റേർഡ് കൺഫേം ആണ്. കാരണം പറയട്ടെ ഇതൊന്നും ആയിരുന്നില്ല ഇവരുടെ പ്ലാൻ കേട്ടോ. നമ്മുടെ സെന്റ് ജോർജ് പള്ളി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എടപ്പള്ളിലാണ്. ഇവിടെയൊക്കെ ബേസിക്കലി ഇപ്പോഴും എന്നെ ഇവിടെ ശ്രീശാന്ത് എന്നുള്ള ഇതിനേക്കാളും കുറച്ച് കടകളിലൊക്കെ എന്നെ അറിയണം ഗോപു. കാരണം എന്റെ ഗോപു അച്ഛനെയാണ് എല്ലാവരും അറിയണം. അച്ഛൻ പിന്നെ മധുബാലകൃഷ്ണൻ മധുചേട്ടൻ അളിയ അങ്ങനെയുള്ളവരൊക്കെ വേണ്ട. കാരണം ഞാൻ രഞ്ജി ട്രോഫി കളിച്ച് 2005 ഇന്ത്യ കളിക്കണ വരെ ലിറ്ററലി എന്നെ അവൻ ക്രിക്കറ്റ് കളിക്കും കോലുംപന്തുമായിട്ട് പോറുണ്ട് അങ്ങനെയുള്ള ഇതേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ അത്ര വലിയ ഇന്ത്യയെ കളിച്ചു ദുലീപ് ട്രോഫി എല്ലാം കളിച്ചിരുന്നു ഇവിടെ താമസിക്കുമ്പോൾ തന്നെ. പക്ഷേ അന്നത്തെ മാച്ച് ഫീസ് വെച്ച് നോക്കുമ്പോൾ എത്രയായിരുന്നു, ഒരു 1250 പെർ ഡേ എന്തായിരുന്നു അന്ന്. അപ്പൊ എങ്ങനെയൊക്കെ പോന്നാലും ഒരു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്ററിലാണ് ഓൺലി അപ് ടു 25,000 10,000 15,000 ഒക്കെ ആയിരിക്കും ഒരു നോർമൽ ഏർണിംഗ് ഇൻ എ ഇയർ. ദേവിയുടെ അമ്പലം. ഇത് മതസൗഹാർദ്ദ ഷോയൊന്നുമില്ല. എനിക്ക് എല്ലാത്തിലും വിശ്വാസമുണ്ട്. കാരണം നമ്മൾ എടപ്പള്ളി താമസിക്കുമ്പോൾ ഈ ജംഗ്ഷനിലൊക്കെ ഈ കടകളിലൊക്കെ മിക്കവരും കടകൾ മാറിയിട്ടുള്ള ആ ചേട്ടന്മാര് തന്നെയാണ്, അങ്കിൾമാരൊക്കെ തന്നെയാണ്. അപ്പൊ നേരെ പോയിട്ട് വേറെ എന്ത് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പണ്ട് ഇതിപ്പോ ഈ ജംഗ്ഷൻ ഇത് ചങ്ങമ്പുഴ പാർക്കാണ് ലെഫ്റ്റിലെ. ഈ ചങ്ങമ്പുഴ പാർക്കിലായിരുന്നു 11th സ്റ്റാൻഡേർഡിൽ ഞാൻ. ഇനി ഞാൻ പഠിക്കുന്നില്ല, ഓപ്പൺ സ്കൂളിലായിരിക്കും പഠിക്കുന്നത് എന്നൊക്കെ ഡിസിഷൻ എടുത്ത സമയത്ത്
ഈ 12th സ്റ്റാൻഡേർഡിലേക്ക് ഷിഫ്റ്റ് ആണ്, ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന ഒരു സമയമുണ്ട്. ഓക്കെ. അതിപ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞോണ്ട് ഞാൻ ഈ റോഡ് ജംഗ്ഷനിൽ നിന്ന് അച്ഛൻ ശാന്തകുമാരൻ എന്നായിരുന്നു എന്റെ അച്ഛൻ. എല്ലാ ദിവസവും വൈകുന്നേരം ചെറുപ്പത്തിൽ ബാക്ക് ടു 80s and 90s തുടക്കത്തില് അച്ഛൻ ജംഗ്ഷനിൽ നിന്ന് എന്നും എനിക്കൊരു 5 രൂപയുടെ അല്ലെങ്കിൽ 10 രൂപയുടെ ഡയറി മിൽക്ക് മേടിച്ചു തരുമായിരുന്നു എല്ലാ ദിവസവും. അച്ഛന്റെ കൂടെ നടക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കാണാൻ പോകുന്ന വീടിന്റെ അവിടെ നിന്ന് നടക്കാം. ഇതൊക്കെ നമ്മുടെ ഇതാണ് BTS റോഡ്. BTS റോഡ് എടപ്പള്ളി കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ വാടക താമസം ഓണറിന്റെ വീടാണ്, EKG മേനോൻ അവരുടെ ആ വീടാണത്. അപ്പൊ ഞാൻ ഇതിൽ കൂടെ ഒക്കെ നടന്നാണ് പോറ്. സ്കൂളിലും ഭവൻസിൽ പഠിക്കുന്ന ടൈമിനൊക്കെ മുമ്പോട്ട്, ഇത് വിദ്യാരാജ്യ പഠിക്കുമ്പോൾ ഞാൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നു. എനിക്ക് 3, 4, 5, 6 ആ ടൈമിലുള്ള കഥകളാണ്. അപ്പൊ ഇങ്ങനെ അച്ഛൻ്റെ കൂടെ വൈകുന്നേരം നടക്കാൻ വരും. അപ്പൊ അച്ഛൻ ഇങ്ങനെ ഗ്യാസ് സിലിണ്ടർ കേട്ടോ സ്ട്രെങ്ത് സമ്മതിച്ചേ പറ്റൂ. അടുത്ത റൈറ്റ് ആണ് അതിന് ആ റോഡിന്റെ പേര് മേനോൻ പറമ്പ് റോഡ്. അപ്പൊ ഒരു കൈ ലെഫ്റ്റ് കയ്യിൽ ഒരു ഫുൾ സിലിണ്ടർ, റൈറ്റ് കയറി ഒരു ഫുൾ സിലിണ്ടറും പിടിച്ചിട്ടാണ് പുള്ളി നടന്നു തന്നെ. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിക്കും ഡയറി മിൽക്ക് അച്ഛനൊരു ഓട്ടോ വിളിച്ചൂടെ? അതെ. അച്ഛൻ പറയുന്ന പോയിന്റ് ഞാൻ ഇപ്പോഴും എല്ലാവരോടും പറയാനായിരിക്കുന്നു. ഇതെന്റെ കൂട്ടുകാരൻ നന്ദുവിന്റെ വീടാണ് ലെഫ്റ്റില്. എല്ലാവരും മാറിട്ടോ, അതെല്ലാം ഭയങ്കര രസമായില്ല. ഈ ഇവിടുന്ന് ഈ എൻഡ് തൊട്ട് ആ എൻഡ് വരെയുള്ള എല്ലാ വീട്ടിലും നമ്മുടെ ഗുഡ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മൾ പോയി ഉണ്ടാക്കുവാണ്. അന്ന് ഞാൻ വിദ്യാരാജ നമ്മുടെ സ്റ്റേറ്റ് സ്കൂളായിരുന്നു. ഇത് നിഖിലിന്റെ ഫാമിലി, നിഖിലിന്റെ വീടുകളാണ്, അവരുടെ കസിൻസ് ഒക്കെ. അന്ന് വീഡിയോ ഗെയിം ഒക്കെ കളിക്കുമ്പോ മേജർ ഒരു ഡൗട്ടും ഇല്ല. ഈ വീടിന്റെ ഇവിടെ ദിൽരാജ് എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടായിരുന്നു. ആ ദിൽരാജ് ഇത് ഈ പറമ്പ് കാണുന്നില്ല, ഇവിടെയാണ് മഞ്ജു ചേച്ചിക്ക് ഇപ്പൊ താമസിക്കുന്നത്, മഞ്ജു ആയത്. ഇതായിരുന്നു നമ്മുടെ വീടിന്റെ മെയിൻ ഗേറ്റ് ഇത്. പക്ഷെ ഇപ്പൊ അതവിടെയാണ് ഈ ഗ്രീൻ ഏക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് മഞ്ജു ചേച്ചി, ചേച്ചിന്മയ, ഇവരൊക്കെ നമ്മളെ എന്റെ ഫ്രണ്ട്സ് രാജു. ഈ എടപ്പള്ളി മെനോമ്പറിൽ ലിറ്ററലി ഈ റോഡിന്റെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പിങ്കുന്റെ കാര്യം പറഞ്ഞു, അവന്റെ വീട് ഞങ്ങൾ. നമ്മൾ ഈ റോഡിൽ കൂടെ ഇവരൊന്നും മാറിയിട്ടില്ല, അതാണ് രസം. പിങ്കൊക്കെ ഇംഗ്ലണ്ടിൽ പോയി, അവൻ ഇവിടെ UK പാസ്പോർട്ടേക്ക്. പക്ഷെ ഞാൻ പറഞ്ഞ നമ്മളിവിടെ സ്ഥിരമായിട്ട് താമസിക്കും. നമ്മളൊക്കെ വാടക, പിങ്കുവിന്റെ വീടും വാടക, ഞങ്ങളുടെ വീടും വാടകയായിരുന്നു. വാടക നിരക്ക് മാറി, പക്ഷെ ഇവിടെ ഉള്ള വലിച്ചന്മാരും അങ്കിളുമാരും ഒക്കെ സെയിം ആണ്. ഒരു മാറ്റമല്ല മദർ തെരേസ റോഡിന്. ഈ കാണുന്ന വീടില്ലേ, അതായിരുന്നു പിങ്കു താമസിച്ചിരുന്ന വീട്. ഇപ്പൊ പുള്ളി UK യിലാണ്. ഇപ്പൊ ആ കുട്ടി അവിടെ ഇങ്ങനെ പോയിന്റ് കാണിക്കുന്നു. അപ്പൊ അത് ഭയങ്കര നൊസ്റ്റാൾജിയ പോയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല. സെന്റ് ജോർജ് പള്ളി കണ്ടോണ്ട് അപ്പൊ ഇവിടെയും ഷൂട്ട് നടക്കും, അടിപൊളി. ഞാൻ പറയുന്നത് ഐ ജസ്റ്റ് വാണ്ട് ടു സെൻഡ് ഹായ് ടു പിങ്കു എന്ന് പറഞ്ഞ ചേട്ടൻ. പിങ്കു ദേ നിന്റെ വീട് കാണിച്ചു നമ്മൾ വാടക കുഴപ്പമില്ല, നമ്മളിപ്പോ റിച്ച് ആണല്ലോ, കുഴപ്പമില്ല. പിങ്കു ചിന്മയിലായിരുന്നു. അപ്പൊ CBSE സ്കൂൾ. എന്റെ മറ്റു ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ മെനമ്പറോട് മിക്കവരും ICSE സ്കൂൾ അല്ലെങ്കിൽ CBSE സ്കൂൾ, ഭവൻ സലമക്കർ അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ ശോഭന ഇംഗ്ലീഷ് മീഡിയം ആലുവ. ഇപ്പൊ ഇവിടുന്ന് രാവിലെ 7:30, 8 മണിക്ക് എണീറ്റ് 9 മണിക്കുള്ള അസംബ്ലിക്ക് മറ്റേ റെഡ് ബസ് 22 വണ്ടറൊക്കെ കയറി ആലുവയിൽ പോണം. അന്ന് ചുവന്ന ബസ് ആയിരുന്നല്ലോ. അപ്പൊ അപ്പൊ അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ പോയി. അങ്ങനെ ഇപ്പൊ പറയാൻ പാടില്ല, മറ്റേ ഞാൻ BJPക്കാണ് ഇന്ന്. അതുകൊണ്ട് എന്താ പറയാ, നമുക്ക് പാർട്ടിയൊക്കെ എനിക്ക് മനുഷ്യത്വമാണ് സത്യം പറയില്ല. അച്ഛൻ ചെറുപ്പത്തിൽ കമ്മ്യൂണിസ്റ്റ്, വീട്ടിലൊക്കെ സാക്ഷരതാ മിഷൻ ഒക്കെ ചെയ്തതാണ്. അമ്മയുടെ ഫാമിലിയാണ് ഈ കോൺഗ്രസ്. എന്റെ അമ്മയാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ട്രഷറർ ആശ അമ്മായി. പിന്നെ അമ്മാവൻ. ഇവിടെ നമ്മൾ റൈറ്റ് എടുത്താൽ തിരിച്ച് എടപ്പള്ളി ജംഗ്ഷൻ, നമുക്ക് ഇനി പോകാനുള്ള ഇടത്തേക്ക് പോവാം. ഇത് നേരെ കാണുന്ന എടപ്പള്ളി കോവിൽ. അപ്പൊ ഈ എടപ്പള്ളി കോവിൽ എന്നും രാവിലെ എന്റെ അച്ഛൻ റിട്ടയർമെന്റ് ശേഷം നടന്നു വരുമായിരുന്നു. റിട്ടയർമെന്റിന് മുമ്പും അച്ഛനായ വീട്ടിൽ നിന്ന് നടന്നു വന്ന് തൊഴുത്, ഇവിടെ നിന്ന് ശിവന്റെ തൃക്കോവിൽ തൊഴുത്, കൃഷ്ണന്റെ തൃക്കോവിൽ തൊഴുത്, ദേവിയുടെ അമ്പലത്തിൽ തൊഴുതിട്ടാണ് അച്ഛൻ വീട്ടിൽ കൊണ്ട് വരുന്നത്. അപ്പൊ ഞാൻ ഈ സെയിം ഇത് 11th ഞാൻ ഈ ക്രിക്കറ്റിനോട് ഓക്കെ ഇനി പഠിക്കുന്നില്ല, ഓപ്പൺ സ്കൂൾ പഠിക്കാൻ, ക്രിക്കറ്റ് ആണ് ഇനി 1 year ഐ വിൽ ഗീവ് മൈ വെരി ബെസ്റ്റ് ടു ക്രിക്കറ്റ് എന്ന് ഡിസിഷൻ എടുത്തത്. ഈ വാടക വീട്ടിലല്ല, ഇവിടെ ഇപ്പൊ പോണ വഴിക്ക് വേറെ വാടക വീടുണ്ട്. അച്ഛൻ റിട്ടയർ ആയി കഴിഞ്ഞപ്പോ നമുക്ക് വിക്കുടൻ 4 മക്കളായിരുന്നു. അപ്പൊ ആ സെയിം EKG മേനോൻ അവർ വിൽക്കാൻ നോക്കുമായിരുന്നു, ആ പറമ്പും വീക്കടൊക്കെ. എന്നിട്ട് അവരെന്തോ വേറെ ഗ്രീൻ ഏക്കേഴ്സിന് ആർക്കും കൊടുത്തു. അപ്പൊ നമ്മള് അവിടെ നിന്ന് മാറി. അത് വാടക കൂടി എന്താണെന്ന് കറക്റ്റായിട്ട് അച്ഛനും അമ്മയ്ക്ക് അറിയുള്ളൂ. ചില വാടക കൂടിയായിരിക്കും പാവും. പക്ഷെ എന്തായാലും ആ ഒരു അതാണ് പറഞ്ഞത്, ഞാൻ 4th കിഡാണ് വീട്ടില്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് മാറി ഞാൻ 11th പഠിക്കുമ്പം ബാംഗ്ലൂരൊക്കെ പോയി പഠിച്ച് തിരിച്ചു ഇവിടെ വന്നപ്പോഴും ഞാൻ എവിടെയാ, എനിക്ക് എടപ്പള്ളി. എടപ്പള്ളിയോട് ഒരു പ്രത്യേക അതിപ്പോ നമുക്ക് നേരെ പോയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കാം.
അല്ലല്ല, ഇവിടെ നിന്ന് എടുക്കാം. ഞാനേ അപ്പൊ ഈ നേരെ കാണുന്ന റോഡ് പണി നടക്കണല്ലേ, ഓക്കെ, അവിടെ ആ ജംഗ്ഷനിൽ ഒരു വീടുണ്ട്. അവിടെ ഒരു പച്ചക്കറി കടയുടെ അവിടെ ആയിരുന്നു എന്റെ 11th ഡിസൈഡ് ചെയ്ത ക്രിക്കറ്റിന്റെ. ഭയങ്കര അൺപ്ലാൻഡ് കണ്ടന്റ് ആണ് എനിക്ക് കിട്ടിയത്. ഇതൊന്നും ആർക്കും അറിയില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ ഇത് കാണുന്നവര്, ഈ ഒരു ഷോ ഇപ്പൊ ഈ ദേവി ബേക്കറി ദേ കണ്ടില്ലേ, ആ ചേട്ടന്മാരൊക്കെ ആന്റി സെയിം ആന്റി. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, അതായത് ഈ 2 ഗ്യാസ് കുറ്റി പിടിച്ചോണ്ട് വരുന്ന അച്ഛനുണ്ടല്ലോ, പുള്ളി ചേട്ടന്റെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യത്തിൽ നമ്മൾ വേറെ വിഷയം മാറി. അതെന്താന്ന് വെച്ചാൽ ആ കൊച്ചു അവിടെ ചിരിച്ചു, പിങ്കുവിന്റെ വീട് വന്നു. ഗ്യാസ് കുറ്റി അല്ല, അച്ഛന്റെ പേര് മാറാൻ കാരണം നമ്മൾ അവിടെ റൈറ്റ് എടുക്കാൻ പറഞ്ഞു മാനന്തവാടി റോഡിൽ. അവിടെ നിന്ന് നമ്മൾ അച്ഛൻ ഇപ്പൊ എന്താന്ന് വെച്ചാൽ അച്ഛൻ അപ്പൊ എന്നോട് പറയും, മോന്റെ കൂടെ ഇങ്ങനെ സംസാരിച്ച് പോവാലോ, ഓട്ടോറിക്ഷയിൽ കയറി കഴിഞ്ഞാൽ 3 രൂപ 50 പൈസ അന്നത്ര എന്തോ ഉള്ളൂ, പക്ഷെ 5 രൂപ എന്താണ്. എന്തായാലും ആ 5 രൂപയ്ക്ക് ഒരു ഡയറി മിൽക്കല്ലേ കിട്ടുള്ളൂ, 2 ഡയറി മിൽക്ക് കിട്ടില്ലല്ലോ. ഒന്ന് പിന്നെ അവിടെ നിന്ന് ഇവിടെ വരാൻ അല്ല, അതിപ്പം ഗ്യാസ് കുറ്റി മാത്രം. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. എല്ലാ ദിവസവും വൈകുന്നേരം അച്ഛൻ നടക്കാൻ പോകുമ്പോ ഞാൻ അച്ഛൻ്റെ കൂടെ കൈ പിടിച്ച് ഈ ജംഗ്ഷൻ വരെ പോവും. ഈ 10 രൂപയുടെ സാമ്പാർ അന്നത്തെ ആ കടയിലാണ് ഞാൻ പറഞ്ഞില്ലേ, മാലിയേക്കലിന്റെ വീടിന് മുമ്പിലായിരുന്നത്. ആ വീട് അതാണ് 2ാമത് വാടകയ്ക്ക് താമസിച്ച മാലിയേക്കൽ ഹൗസ്, അവിടെയായിരുന്നു. അപ്പൊ ആ വീട്ടില് ആ പച്ചക്കറി കടയിലും എങ്ങനെയാന്ന് വെച്ചാ എന്നും വൈകുന്നേരം അച്ഛൻ പോകും, നടക്കാൻ പോകും എല്ലാ ദിവസവും. അപ്പൊ ഞാൻ ക്രിക്കറ്റ് ഈ എറണാകുളം ക്ലബ്ബിലെ കളിക്കുന്നുണ്ട്, ടെന്നീസ് ബോളൊക്കെ കളിക്കുന്നുണ്ട്. ഞാൻ 9-ലൊന്നും അല്ല കേട്ടോ, ഞാൻ ബാംഗ്ലൂരൊക്കെ പോണതിന് മുമ്പുള്ള കാര്യം പറയണേ. അപ്പൊ 10 രൂപയ്ക്ക് സാമ്പാർ എന്ന് പറഞ്ഞാൽ സാമ്പാറിന് ഒരു സെറ്റ് അന്നത്തെ ദിവസം ഉണ്ടാക്കാം, 2 ദിവസത്തേക്കൊക്കെ. സാമ്പാർ കിറ്റ്, അവിയൽ, അങ്ങനെ പല സെറ്റ് ഉണ്ട്. അതൊന്നും എനിക്ക് പണ്ട് അറിയായിരുന്നു, അതെനിക്ക് അന്ന് അറിയില്ലല്ലോ. അപ്പൊ അവരുടെ പഠിക്കണു. എന്ന് അച്ഛൻ പോകുമ്പോ അച്ഛൻ കൂടെ നടക്കാൻ പോകും. അച്ഛൻ എന്നും ഡയറി മിൽക്ക് മേടിച്ചു തരും. അപ്പൊ ഞാൻ ആലോചിക്കും, 10 രൂപ 30 ദിവസം ഞാൻ സേവ് ചെയ്ത് എന്തായിരുന്നു. അത് പറഞ്ഞ അച്ഛൻ ഒന്നും തരില്ല. അത് എന്റെ ചേട്ടൻ പറഞ്ഞു, ചേട്ടാ നിനക്ക് എല്ലാ ദിവസവും അച്ഛൻ്റെ 10 രൂപ, അച്ഛൻ്റെ നീ ആ 10 രൂപ സേവ് ചെയ്യടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിക്കുകയാണ് നടക്കാൻ നേരത്തെ. അച്ഛൻ പറഞ്ഞു നിനക്ക് സേവ് ചെയ്യാനായിട്ട് തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൂമെന്റും ആ എൻജോയ്മെന്റും അല്ലല്ലോ. സത്യം, ജെന്യുവൻലി ഇഫ് യു ഡോണ്ട് എൻജോയ് ദ മൂമെന്റ് റൈറ്റ് നൗ, ഈ മൂമെന്റ് എൻജോയ് ചെയ്യാണ്ട് വേറൊരു മൂമെന്റിലോട്ട് ഞാൻ സേവ് ചെയ്യാം. നമ്മുടെ ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ. ഇതെല്ലാരും ഇത് കാണുന്നവര് എനിക്ക് ഇത് ഭയങ്കര ഡിഫറെന്റ് ആണ് തിങ്കിങ്. അതെ, ഞാൻ അതുകൊണ്ടാണ് എന്ത് വിളിച്ചത്. കാരണം ഈ മൂമെന്റില് ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് സെന്റ് ജോർജിൽ നിന്ന് ഞാൻ കൃഷ്ണദാസി കൊണ്ടുപോയില്ലെങ്കിൽ എന്ത് കാര്യം, വേറെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങളെ കൊണ്ടിട്ട് കാര്യമുണ്ടോ? അല്ല, ഇത് എനിക്കെന്ന് വെച്ചപ്പോ ശ്രീയേട്ടന്റെ ഒരു ചൈൽഡ്ഹുഡ് നൊസ്റ്റാൾജിയുടെ ബെസ്റ്റ് ആണ് എനിക്ക് കിട്ടിയത്. ബെസ്റ്റ് തിങ് വാസ് ഈവൻ ഐ വെന്റ് ത്രൂ ഇറ്റ്. സി ഐ വെന്റ് ത്രൂ ഇറ്റ്. കാരണം ഞാനിവിടെ ഇപ്പൊ എന്തുകൊണ്ടാണ് എന്റെ സ്വന്തം വീട് ഇപ്പൊ എടപ്പള്ളിൽ തന്നെ വെച്ചത്, പല ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇന്ത്യ കളിച്ച ടൈമില് മേത്ത എന്ന് പറഞ്ഞ അവര് നമ്മളെ വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട് എന്നൊക്കെ പറഞ്ഞ് അഡ്വർടൈസ്മെന്റ് കൊടുത്ത് നമ്മള് മരടിലായിരുന്നു താമസിച്ചിരുന്നത്. മേത്തർ ബിൽഡേഴ്സ് അല്ലോ, മേത്തർ ബിൽഡേഴ്സ്. അപ്പം അവിടുത്തെ റാഫി ചേട്ടനോ അങ്ങനെ മാത്യു ചേട്ടൻ അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു. മാത്യു ചേട്ടൻ ഇപ്പോഴും ടച്ച് ആണ്. അപ്പൊ 3 വർഷം നമ്മൾ മരടിലോട്ട് മാറി. അപ്പൊ എന്റെ മറ്റേ 2007 വേൾഡ് കപ്പ് ജയിച്ചു കഴിഞ്ഞു. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഞാൻ ബാംഗ്ലൂർ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തു, അവിടെ ഇവിടെയൊക്കെ പറമ്പൊക്കെ മേടിച്ചു. പക്ഷെ 2011 വേൾഡ് കപ്പ് ജയിച്ചു കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു നിനക്ക് എവിടെയാണ് വീട് വെക്കാൻ ഇഷ്ടം എന്ന് വെച്ചപ്പോ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ഇല്ല, വേറെ എന്തും നോക്കാനില്ല, എടപ്പള്ളി എന്നുള്ളി. കാരണം എടപ്പള്ളിയിൽ എന്തോ ചെറുപ്പം തൊട്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ സെഞ്ചുറി പള്ളി ഇരിക്കുമ്പോൾ എന്റെ ഗോള് പറഞ്ഞത് പിങ്കുവിന്റെ അടുത്ത്. അതുപോലെ തന്നെ എടപ്പള്ളി കോവിൽ പണ്ട് നമ്മൾ കൃഷ്ണദാസ് താമസിക്കുമ്പം അമിതാഭ് ബച്ചൻ, സുരേഷ് ഗോപി ചേട്ടനാണ് അമിതാഭ് ബച്ചനെ എടപ്പള്ളി കോവിൽ കൊണ്ടുവരുന്നത്. അത് ആ ദിവസം അച്ഛനും ഒക്കെ അവിടെ പോയി അമിതാഭ് ബച്ചനെ കണ്ടു എന്ന് പറഞ്ഞിട്ട്, അമിതാഭ് ബച്ചനെ കണ്ടു, നീ വന്നില്ലല്ലോ, അമ്പലത്തിൽ രാവിലെ എണീറ്റ് വരണം. ഞാനപ്പോ രാവിലെ എണീറ്റ് ക്രിക്കറ്റ് കളിക്കാൻ പോകും. മനസ്സിലായി. അപ്പൊ എന്നോട് പറഞ്ഞ് കളിയാക്കണ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. കൃഷ്ണന്റെ അമ്പലത്തില്, ഗണപതി അമ്പലത്തില് മറ്റോ വന്നിരുന്നു, എടപ്പള്ളി കോവിലില് സുരേഷ് ഗോപി ചേട്ടനാണ് കൊണ്ടുവന്നേ. അപ്പൊ ഞാൻ ഭയങ്കര ജാടല്ലെന്ന് പറഞ്ഞു, അമ്മേ ദൈവത്തിന് എന്താ ഞാൻ വന്ദിക്കണ്ടല്ലോ, നിന്ദിക്കണില്ലല്ലോ, ഞാൻ എന്തൊക്കെ പറ്റുന്നാലും എത്രയും എവിടെയൊക്കെ പോകാൻ പറ്റും അവിടെയൊക്കെ അമ്പലത്തിൽ പോകാറുണ്ട്. അത് മിസ്സായി. പക്ഷെ ഞാൻ അമിതാഭ് കാണും, ഞാൻ കണ്ടിരിക്കും, ഒരു ഡൗട്ടും വേണ്ട അമ്മ. അപ്പോ പക്ഷെ അതാ ഒരു ഫ്ലോയില് പറഞ്ഞതാണ്. പക്ഷെ അതാണ് യൂണിവേഴ്സൽ പവർ. ഈ മാനിഫെസ്റ്റേഷൻ ഇസ് നത്തിങ് ബട്ട് യു ഹാവ് ടു അക്സെപ്റ്റ് ദ ഫാക്ട് യു ആർ ഓൾറെഡി ദാറ്റ്. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട് എന്താ പറയാ, ഞാൻ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ഇരുന്ന് കഴിയുമ്പോൾ ഞാൻ എന്റെ ബുക്ക് കാണിച്ചില്ല. ഞാൻ 2001
ഇൻഫാക്ട് 2001 ഭവൻ സെളമക്കര 11C കൊമേഴ്സ് സ്റ്റുഡന്റ് ആയ ഞാൻ ഒരു ഫ്രീ പീരീഡിൽ ഇരിക്കുമ്പോഴാണ് ഈ അവിടുത്തെ മാം, ഇപ്പോഴത്തെ ഹെഡ്മിസ്ട്രസ് ആണ്, അന്ന് ഹെഡ്മിസ്ട്രസ് ബീന മാം ആയിരുന്നു. അപ്പം ആ മാം വന്നിട്ട് നമ്മൾ ഭയങ്കര നല്ല ക്ലാസ് ആയിരുന്നു. 11C ആകുമ്പോൾ കൊമേഴ്സ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് ഭയങ്കര ക്ലാസ് ആയിരുന്നു, മഴയായിരുന്നു. അപ്പൊ നമ്മൾ നോക്കിയപ്പോ നല്ല ഇരുട്ടൊക്കെ നമ്മളങ്ങ് പൊളിച്ചു, മതം ടേബിളിലൊക്കെ ഇട്ട് കൈയടി ഒരു പൊളി. അപ്പൊ വന്നിട്ട് എംപോസിഷൻ നന്നാണ്. വന്നിട്ട് പറഞ്ഞു 5 minutes from now where you are, 5 weeks from now, 5 days from now where you are, 5 hours, 5 weeks, 5 days, 5 months, 5 years എഴുതാൻ പറഞ്ഞു. അപ്പൊ നമ്മളെല്ലാരും ചിരിച്ചു. കമോൺ മാം. പക്ഷേ ഈ മാമിനെ എല്ലാവർക്കും പേടിയായിരുന്നു, മാത്സ് ടീച്ചറായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു എല്ലാവർക്കും. കമോൺ മാം പറയണ കേട്ടു. മാം എന്തോ ഒരു കാര്യം ഡയലോഗ് ഇട്ടു, ബാക്കി എല്ലാവരും ബുക്ക് എടുക്കുന്നു, എഴുതി തുടങ്ങി. അപ്പൊ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പഠിച്ചു വന്നോണ്ട് എന്നെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ജാടയായിരുന്നു. ശ്രീശാന്ത് മീൻസ് ജാട. ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് ഞാൻ ബാംഗ്ലൂർ ഓൾറെഡി മലയാളം സംസാരിക്കാൻ എനിക്ക് കുറച്ചറിയുള്ളൂ. ഞാൻ എപ്പോഴും ഇംഗ്ലീഷ് പറഞ്ഞോണ്ടേ എനിക്ക് മലയാളത്തിൽ കുറച്ച് മലയാളമേ. അപ്പൊ ആ ഒരു ഫീലിംഗ് ആയിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അത് ഇത്തിഫാക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയണേ കോയിൻസിഡന്റ് ആയിട്ട് എന്റെ 11C എൻ്റെ കൂടെ പഠിച്ച കുര്യൻ പി ജോൺ ദുബായിലാണ്, ഇപ്പൊ ഡിലോയിറ്റിലും ഒക്കെയാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അബുദാബി മിലിറ്ററിയുടെ കൂടെ ആയിരുന്നു. അവൻ ഇന്നലെ വീട്ടിൽ വന്നേക്കണം. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ചേട്ടാ പറ്റുമെങ്കിൽ വൈകുന്നേരം ഈ ഷോയുടെ ഇടയിൽ വരണം, സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് തരണമെന്ന് ചോദിച്ചിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അവനും ഉണ്ട് ഈ നിമിത്തത്തെ, കാരണം ആ കഥ ഓൾറെഡി ഇവിടെ വന്നു. ഞാൻ വിചാരിച്ചു അവൻ വരുമ്പോ കഥ പറയാന്ന്. പക്ഷെ നമ്മൾ എടപ്പള്ളി അമ്പലത്തിൽ പോകുന്നു, എന്തൊക്കെയോ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവന്നല്ലേ. കുറെ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്, പക്ഷെ ഇവൻ ചോദിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല, ശ്രീശാന്തായിട്ട് ഒരു അവസരം കൊടുക്കണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞെന്തായിരുന്നു, ഇപ്പൊ എന്താ പറഞ്ഞേ? അല്ല 11C കൊമേഴ്സ് നോട്ട്ബുക്ക് വന്നു, എല്ലാരും എഴുതി തുടങ്ങി, എല്ലാരും പട്ടപ്പട തീർക്കുക. അപ്പൊ ഞാൻ മാത്രം തീർന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ അവിടെ തീർന്നിട്ട് പറയണം വാട്ട് യു ഗോയിങ് ടു പ്ലാൻ. അപ്പൊ എല്ലാവരും ഓരോരുത്തരും സിംഗർ ആവണം, ടീച്ചർ ആവണം, പ്രൊഫസർ ആവണം, എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കും എല്ലാവരും. അപ്പൊ എന്നോട് ഞാൻ ലാസ്റ്റ് അപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കാൻ തീർന്നിട്ടില്ല, ഒരു ഓൾമോസ്റ്റ് 90% തീർന്നു. ഞാൻ എഴുതി തീർന്നിട്ടില്ല, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക എപ്പോഴും. അപ്പൊ ടീച്ചർ ചോദിച്ചു വാട്ട് ആർ യു റൈറ്റിംഗ്, വാട്ട് യു വാണ്ട് ടു ഡു. ഞാൻ അവിടെ തന്നെ വന്നിട്ട് പറഞ്ഞു ഐ വിൽ പ്ലേ ഫോർ ദ കൺട്രി. അപ്പൊ എല്ലാ ക്ലാസ്സിലും ഒരു പുച്ഛം. ഇംഗ്ലീഷ് പറഞ്ഞ ഫൈനാണ്, അല്ല മലയാളം പറഞ്ഞ ഫൈനാണ്. അവര് മറ്റേത് മറ്റേത് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ മലയാളം അറിയില്ല. അപ്പൊ മറ്റേ സാധനം നമ്മുടെ അതല്ല മലയാളത്തിലെ ഗുണം, ഓരോരുത്തരുടെ എക്സ്പീരിയൻസ്. പിന്നെ ഇന്ത്യ വിളിച്ചിട്ട് വാട്ട് ആർ യു സെയിങ് ബ്രോ, ആ സാധനം. ആ പീരീഡ് കഴിഞ്ഞ് ലഞ്ച് ബ്രേക്കിന് ഞാൻ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കുകയാണേ. ഭവൻ സെളമക്കര നമ്മുടെ ക്യാൻറ്റീനിൽ ലഞ്ച് ബ്രേക്ക് വീട്ടിൽ നിന്നുള്ളവർക്ക് അവിടെ ഫുഡ് കഴിക്കും. ഉഗ്രൻ ഭവൻ സെളമക്കര ലവ് യു. കാരണം ഒരു ഡൗട്ടും വേണ്ട, ക്ലാസ് ഹോം സയൻസ് ടീച്ചറാണ് ശരി, അവിടുത്തെ ആ ഒരു ഹൈജീൻ വിത്ത് ദ ലവ്. ആ 12th സ്റ്റാൻഡേർഡിലെ സീനിയേഴ്സ് എന്നെ എത്രയൊക്കെ ചാടാന്ന് വിളിച്ചാലും ഫുഡ് കഴിക്കുന്നതിന് ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു. അപ്പൊ അവിടെ ഇരുന്ന് കഴിച്ചോണ്ടിരുന്നപ്പോഴും അന്നത്തെ ടോപ്പിക് എന്തായിരുന്നു, ഇന്ത്യൻ പ്ലെയർ. മറ്റേത് ഇന്ത്യൻ പ്ലെയർ പ്ലീസ് ഈറ്റ് മോർ, യു ഹാവ് ടു പ്ലേ ഫോർ ദ കൺട്രി. ഇത് സർക്കാസാണ്, മറ്റേ അണ്ണാക്കിലെ പുച്ഛം. പിന്നെ ഞാനിങ്ങനെ കഴിക്കും, ഞാൻ പറഞ്ഞ ഓക്കെ ഡോണ്ട് വറി ഐ വിൽ പ്ലേ സം ഡേ. അത് കഴിഞ്ഞിട്ട് ഞാൻ 11th ഒരു ചെറിയൊരു കഥ കൂടെ പറയാം. 11th എന്തായാലും എത്തിയല്ലോ. എന്റെ ക്ലാസ്മേറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഈ 11th ഒരു സബ്ജക്ട് വേറെ എടുക്കാമല്ലോ. അപ്പൊ ഞാൻ എടുത്ത കമ്പ്യൂട്ടർ ആയിരുന്നു, 6th ആയിട്ട് എടുത്തത്. പക്ഷെ കമ്പ്യൂട്ടറിൽ ആ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ മാത്രം എന്റെ ക്ലാസ്മേറ്റ് ആരായിരുന്നു അറിയാം, അല്ലെങ്കിൽ ആ ക്ലാസ്സിലുണ്ടായിരുന്നായിരുന്നു രഞ്ജിനി ഹരിദാസ്. അല്ല രഞ്ജിനി ചേച്ചി അല്ല സോറി, രഞ്ജിനി ജോസ്. അപ്പൊ രഞ്ജിനി ചേച്ചിയും രഞ്ജിനി ജോസും ബെസ്റ്റ് ഫ്രണ്ട്സും ആണ്. എനിക്ക് രഞ്ജിനി ചേച്ചിയായിട്ട് ഇപ്പോൾ ഒരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. രഞ്ജിനി ചേച്ചി ഭയങ്കര ക്ലോസ് ആണ്, എന്റെ ബർത്ത്ഡേക്ക് ഒക്കെ വരും രഞ്ജിനി ജോസ് വന്നിരുന്നു. അപ്പൊ രഞ്ജിനി ജോസും ഷീസ് ബിക്കം എ വെരി ഫേമസ് സിംഗർ ആൻഡ് ഷീ ബിക്കം വെരി ഗുഡ് അല്ലേ, ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പൊ ആ കഥ എന്താ രസം എന്ന് പറഞ്ഞാൽ രഞ്ജിനി ചേച്ചി അല്ല രഞ്ജിനി ജോസ്. ഞാൻ മാത്സ് കമ്പ്യൂട്ടർ വന്നപ്പോ എന്നെ ടീച്ചർ 2-3 ആഴ്ച കഴിഞ്ഞപ്പോ എന്നെ ടീച്ചർ വിളിച്ചിട്ട് പറയണം, ശ്രീശാന്ത് റൈറ്റ്? ഐ സെഡ് യെസ്. I think you should take home science. Home science? ഭയങ്കര പഠിത്തമായിരുന്നല്ലോ കമ്പ്യൂട്ടർ. അവരവിടെ പ്രൊജക്ട് നടക്കുമ്പോ നമ്മളവിടെ എപ്പോഴും എവിടെ
അവസാനം എന്നോട് പറഞ്ഞു, ശ്രീകുട്ട യു ടേക്ക് ഹോം സയൻസ്. അങ്ങനെയാണ് രഞ്ജനി ജോസ് ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ച് ആ ക്ലാസ് മാറി ഞാൻ തിരിച്ച് ഹോം സയൻസ് എടുത്തു. ഹോം സയൻസ് എടുത്ത ഗുണം എന്ന് വെച്ചാൽ ഹോം സയൻസ് സ്റ്റുഡൻസ് വേർ സീനിയേഴ്സ് വേർ ദ മെയിൻ, നമ്മുടെ ഫുഡിന്റെ ആൾക്കാരും ഒക്കെ. പിന്നെ ആ റെസ്പെക്ട് കിട്ടി. ഇത് ഞാൻ 11th ടുവേർഡ്സ് എൻഡ് ആണ്, എക്സാംസിന്റെ ആ സമയത്താണ്. അതായത് ഞാൻ ഗോൾ സെറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ഡിസൈഡ് ചെയ്തു ആ ബുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ എഴുതിയത് എന്താന്ന് വെച്ചാൽ 5 minutes from now I'll still be deciding what to write. Okay. Yes, obvious. Okay. 5 hours from now I'll be playing cricket. അതാണ്, I will be playing cricket in tennis ball cricket in Edapalli High School. Okay. 5 minutes. 5 hours. 5 hours from now. 3 മണി ഏകദേശം 11:30 12 ആയിരുന്നു. 5 hours from now I will be anyway Edapalli High School കളിക്കുകയായിരിക്കും. Okay. 5 weeks now still studying in the same class, trying to figure out what to do, whether to study or not. 5 weeks from now. Okay. 5 months from now I'll be playing cricket in England. Okay. I'll be playing minor county. ടീം വരെ ഞാൻ ബ്രിസ്റ്റൽ യൂത്ത് ക്രിക്കറ്റ് ലീഗ് എഴുതിയത്. കാരണം 11th അവിടെ ഇരുന്ന് എഴുതിക്കൊണ്ടിരുന്നപ്പോ അതിങ്ങനെ കുറെ ആള് എന്റെ ഈ ബ്രിസ്റ്റൽ യൂത്തിന്റെ എനിക്ക് ഭയങ്കര ഇപ്പോഴത്തെ ഇൻസ്റ്റയിൽ അവിടെ ഒക്കെ കാണാൻ പറ്റും. അന്ന് ഇതൊന്നുമില്ല. നമ്മുടെ ഫ്രണ്ട്സ് സംസാരിക്കുമ്പോൾ എന്റെ കുറെ അന്ന് ഞാൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടുള്ള ഒരു പ്ലസ് പോയിന്റ് ആയിരുന്നു. എന്റെ 2-3 ഫ്രണ്ട്സ്, ഈ രോഹൻ ഷെട്ടി, അവരൊക്കെ മാംഗ്ലൂരിൽ നിന്ന് ഒരു കരാവലി ക്ലിനിക് വഴി ഇംഗ്ലണ്ടിലൊക്കെ ഓൾറെഡി പോയിരുന്നു. അപ്പൊ അവര് ഇപ്പോഴും ബ്രിസ്റ്റൽ യൂത്തിലാണ് കളിക്കുന്നത്. അപ്പൊ എന്റെ ബാക്ക് ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിൽ ബ്രിസ്റ്റൽ യൂത്ത് കിടപ്പുണ്ട്. അപ്പൊ വിത്തൗട്ട് മൈ നോളജ് ഒരു ക്ലിയർ വിഷൻ ഇംഗ്ലണ്ടിൽ എവിടെ കളിക്കണം, ഏത് ക്ലബ്ബിൽ കളിക്കണം എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ബ്രിസ്റ്റൽ യൂത്ത് ക്രിക്കറ്റ് ലീഗ് ഐ വിൽ ബി പ്ലേയിങ് 5 months from now. എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ, അങ്ങനെ എഴുതി. അപ്പത്തേനാണ് എന്നോട് ചോദിച്ചാൽ വാട്ടേരും. അപ്പത്തേനും ക്ലാസ് കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നു സാധാരണ എന്താ ചെയ്യണ്ടേ, അതൊക്കെ മറന്നില്ലേ. ഞാൻ നേരെ ടെറസിൽ ആ ബുക്കായിട്ട് പോയിരുന്നു, നേരെ സൂര്യഭഗവാനെ ധ്യാനിച്ച് സത്യം പറയാം ഞാൻ എഴുതി. ആ ബുക്കിനോട് ഞാൻ ഫുൾ വൈബ്രേഷനോട് കൂടി, വെദർ പീപ്പിൾ ബിലീവ് ഇൻ ഇറ്റ് ഓർ നോട്ട്, ഐ ആം വെരി ക്ലോസ് ടു സൂര്യ ഭഗവാൻ. സൂര്യൻ, ആ എനർജി ഇസ് അൺബിലീവബിൾ. എയർ, ഓൾ ദ 5 elements. ഞാൻ ബുക്കിൽ നോക്കിയിട്ട് പറഞ്ഞു 5 years from now I'll play for the country. This is 2001. Okay, 2005 October I played for the country. 5 years. In fact 2006 ആയിരുന്നു. അതിപ്പോ ബുക്ക് കാണുമ്പോൾ കാണാം. അത് ഞാൻ പ്രിവ്യൂ ചെയ്ത് അതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ വീണ്ടും ബ്ലൂ ഇതിൽ എഴുതുമായിരുന്നു. 2006 എന്നുള്ളത് 2005 ആക്കി കറക്റ്റ് ചെയ്തു. പക്ഷെ അതിൽ തന്നെ, കാരണം ഐ പ്ലേഡ് when I played in 2005 ഞാൻ അത് മാറ്റി 2005 ഒക്ടോബർ ആക്കി. അത് എന്റെ പ്ലാൻ 2006 ഒക്ടോബർ ആയിരുന്നു. 5 years from now, but I did that in 4 years. അത് it's okay. It's crazy. What I'm saying, God's been extremely kind. ഞാൻ പറയണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒറ്റയ്ക്ക് വഴിവെട്ടി ഇപ്പൊ എനിക്ക് ധൈര്യമായിട്ട് ഈ ഇന്റർവ്യൂ എന്റെയാണ്, നമ്മുടെയാണ് അല്ലേ? അല്ല, ഞാൻ പറയാണ്, എനിക്ക് സുഖമായിട്ട് പറയാം. ഒറ്റയ്ക്ക് വഴിവെട്ടി മറ്റും എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല, എല്ലാരും ഉണ്ടായിരുന്നു. ഈ ടീച്ചർ എനിക്ക് ആ ഒരു എക്സസൈസ് തന്നില്ലെങ്കിൽ ഞാൻ എഴുതുമോ? ഞാൻ ഇതിനെ കുറിച്ച് ആലോചിക്കുമല്ല. ഒന്ന്, ആ സ്കൂളിലല്ലേ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമോ? കിട്ടില്ല. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആ ഒരു പൊസിഷനിൽ വരുമോ? ശരിയാണ്. So every circumstances till date, if anybody asks me what are your regrets, nothing. Zero. It is very zero എന്ന് പറഞ്ഞാൽ ജെന്യുവൻലി ഞാൻ ഇത് ഷോയ്ക്ക് വേണ്ടി പറയണല്ല, എന്റെ ഏത് ഇന്റർവ്യൂ നോക്കിയോ they will ask me what are your regrets. I said I have no regrets. You know why? God's been kind. Every choice I made was my choice. ഇപ്പൊ പ്രശ്നങ്ങൾ വന്നപ്പോഴും even though it's not my choice, I should have surely avoided a lot of things, avoided a lot of people, but I went through that. Okay. അതുകൊണ്ട് ഒരിക്കലും the best thing which happened to me or you or anybody for that matter is life. So you're not a lonely planet. Definitely. You're not a self-made man or a woman. Please let me correct every individual who is watching this. They sometimes, when you're having a conversation, you end up saying, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ correct me if I am wrong എന്ന് പറയും. ഒരിക്കലും പറയരുത്. കാരണം correct me if I am wrong, then you don't have self-confidence.
You don't have self-belief. You are in doubt whether my opinion is right or not. You got to accept the fact your opinion is yours, and if you are in doubt, don't say correct me if I'm wrong. Say this and say, please let me know if this is what your opinion is. Okay. Don't ask someone to correct you. വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട No, കാര്യമില്ല. but don't make their opinion if you don't If you're want not to. sure. Yeah, don't say correct me if I'm wrong. So I'm telling you again, I want to make sure everybody who is watching this show or who will watch later, എനിക്ക് പറയാനുള്ളത്, please have immense belief in whatever you do, whether it's sports, arts, doesn't matter, politics, wherever you are, who you're with, make sure that person and that atmosphere believes in you. If you don't have that atmosphere, create one. Be with those people who believes in you. And I was so fortunate. I have to be grateful. ഇപ്പം നേരത്തെ തുടങ്ങിയപ്പോൾ തന്നെ സോറി പറഞ്ഞതിന് ഞാൻ പറയാനുള്ളത്, I am so grateful and I'm thankful to my patients. Of course you have to be. That nothing bothered me, bro. എൻ്റെ ലൈഫിൽ നല്ലൊരു അച്ഛനമ്മ, ദൈവാനുഗ്രഹം, ചേട്ടൻ, ചേച്ചിമാർ, അളിയനാണേലും മധുചേട്ടൻ, ഓരോരോ ടൈമിൽ ഓരോരോ വ്യക്തികൾ നമ്മുടെ ലൈഫിൽ വരും. ആ വ്യക്തികളെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകരുത്. And don't go with the flow or don't go with the motion. Absorb the best qualities of that person. ഞാൻ ഇപ്പൊ ശ്രീയേട്ടന്റെ ഈ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, I was telling my team that like I'm just saying, if I'm placing myself in your position, okay, I'm pretty much sure I wouldn't have survived what you've gone through. ഈ ഒരു ഇതിനെ കുറിച്ച് ഒരാൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാനും മേ ബി യു വുഡന്റ് ഹാവ്, അല്ലേ? അതെ, മേ ബി. But can I say something? Yep. If you were me, you will, because I did. Yeah, because if I was you, definitely. Because നിങ്ങൾ എന്റെ പൊസിഷനിൽ ഇപ്പൊ ആരാണെങ്കിലും സർവൈവ് ചെയ്തേനെ. ഇതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂ ചെയ്തു. ആ ബിലീഫ് സിസ്റ്റം ഉണ്ട്. ഇപ്പം ദാറ്റ് ഈസ് ഹൗ സെൽഫ്, നമ്മുടെ ഓരോരോ കാര്യങ്ങൾ പറയുന്നത്, if you just change few words, no, it'll shift entirely, no? the entire process, the entire focus changes. So for example, I believe I can fly. ആൾക്കാർ പറഞ്ഞ that's a brilliant song. Yeah. But if you go deep, what does it say? Never ever doubt your ability. That doesn't mean you go to a building and start jumping. അതെ, that mentality. എൻ്റെ ലൈഫിൽ ഇപ്പൊ പറഞ്ഞ പോലെ പലരും പറഞ്ഞു, നിന്റെ സ്ഥലത്ത് ഞാൻ വല്ലതായിരുന്നെങ്കിൽ എന്നെ തീർന്നേനെ. അപ്പൊ ഞാൻ ചോദിക്കേണ്ടത്, ഞാൻ തീർന്നോടാ? That's a beautiful way of simplifying and putting it. Genuinely, I don't consider myself like, oh my God. No, man. God's been kind. In my place, anybody would have done it. I'm telling you, anybody wouldn't have given up, because the place I came from, whether it's Kakur, എൻ്റെ അമ്മയുടെ തറവാട് കാക്കൂർ ആണെങ്കിലും എൻ്റെ അച്ഛൻ്റെ തറവാട് കോതമംഗലം മാതിരിപ്പള്ളിയിലാണെങ്കിലും, ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചത് ഒരു വലിയൊരു ആന ഓടി വന്നു കഴിഞ്ഞാൽ നമ്മളെ തിരിച്ചു ഓടാനല്ല പഠിപ്പിച്ചേക്കണം. ഹാവ് സം ഫെയ്ത്ത്. Okay. അതാ നമ്മളെ കുത്താനല്ല വന്നേക്കണം, വേറെ ആരെ കുത്താനും വന്നേക്കണം. മനസ്സിലായോ? I literally got goosebumps. The story I showed it because ഒരു 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ലെഫ്റ്റല്ലേ ആ കടയിലേക്ക്? അല്ല, ഇവിടെ നിന്നല്ല, ടോളിന്ന്. ഓക്കെ, എനിക്കറിയില്ല, അതുകൊണ്ട് ചുമ്മാ. അത് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു മലയാളി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പത്രം, നമ്മൾ മലയാളി എന്നുള്ള ഏതൊരു സ്പോർട്സ് ഫാനും പത്രം പിന്നീന്ന് വായിച്ചു തുടങ്ങുന്ന നമുക്ക് പണ്ട് എല്ലാവരും എന്റെ അച്ഛൻ ഒഴിച്ചിട്ടോ, പുള്ളി ഫ്രണ്ടിന്നാണല്ലേ, അച്ഛൻ എന്നെ വഴക്കും പറയായിരുന്നു, നീ എന്നിട്ട് പുറയുന്നു വായിക്കണേ. ഞാൻ പറഞ്ഞു, ദുബായിക്ക് പോകാനുള്ള തേരെടുപ്പം. സോ ഞാൻ വായിച്ചിരുന്ന സമയത്ത് നമുക്ക് ഈ മലയാളി ക്രിക്കറ്റേഴ്സ് എന്നുള്ളത് ആകെ നമുക്കൊരു എബി കുരുള തന്നു, അജയ് ജഡേജ ഒരു മലയാളി കണക്ഷൻ, പിന്നെ നമ്മുടെ ടിനു യോഹന്നാൻ, ചേട്ടൻ. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോ ഒരു ശ്രീശാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഞങ്ങള് മലയാളികൾ കാണുമ്പോൾ, ഈ അടുത്ത് വേൾഡ് കപ്പ് ജയിച്ച ക്യാച്ചിനെ പറ്റി എല്ലാരും പറയാറുണ്ടല്ലോ, ഒരു വേൾഡ് കപ്പ് കയ്യിൽ. എന്റെ പൊന്നെണ്ണ, നിങ്ങള് അതല്ല, എനിക്ക് നിങ്ങൾ ചോദിച്ചപ്പോ ഒരു കാര്യം പറയാൻ അതിന്റെ ഇടയിൽ കൊതിയാവുന്നു, അതുകൊണ്ട് പറയട്ടെ, ധൈര്യമായിട്ട് പറ. ഒരു ഭയങ്കര, ഞാൻ ഇത്തിഫാഖ് എന്ന് പറയുന്നത് ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ടൊരു കാര്യം. വീണ്ടും ഈ ടിനു യോഹന്നാൻ ചേട്ടൻ എന്റെ ഫസ്റ്റ് രഞ്ജി ട്രോഫി മാച്ചിൽ എന്റെ അപ്പുറത്തെ എൻഡിൽ നിന്ന് ബോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ടിനു യോഹന്നാൻ ചേട്ടൻ. ടിനു ചേട്ടൻ കാരണമാണ് ഭവൻ സൽമക്കരെ ജോയിൻ ചെയ്യാൻ കാരണം. ടിനു ചേട്ടൻ ഭവൻ സൽമക്കരയുടെ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ടിനു ചേട്ടൻ കളിക്കണ കൊല്ലാണ് ഞാൻ ആ എക്സാം ഒക്കെ എഴുതി
ചിന്മയിലും ഭവൻസിലും എനിക്ക് സെലക്ഷൻ കിട്ടണം. അപ്പൊ ഞാൻ ഡിസൈഡ് ചെയ്തു ഭവൻസിൽ പോകുന്നത്. കാരണം എടപ്പള്ളി വീടിന് അടുത്തുമാണ്, ചിന്മയ പടുതലാണ്ട് അവിടെ വരെ പോകണ്ടല്ലോ, അതൊന്ന്. ഓക്കെ. ഈ എബി കുരുള എന്ന് പറയുന്ന സാറിനായിരുന്നു എന്റെ കോച്ച്. ഫസ്റ്റ് കോച്ച് 2001-2002 MRF സ്പോൺസർ ചെയ്യുന്നു. ഞാൻ എന്റെ ക്രിക്കറ്റ് ഇമ്പ്രൂവ് ചെയ്തു. ഇപ്പോഴും ഞാൻ എല്ലായിടത്തും പറയുന്നത് MRF പേസ് ഫൗണ്ടേഷൻ കൊണ്ട് മാത്രമാണ്. ദിനേശ് ഉള്ളി സാർ, ടി എ ശേഖർ സർ. ആ കൊല്ലം ഞാൻ കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫി ഡെബ്യൂ ചെയ്യുന്ന കൊല്ലം കോച്ച് എബി കുരുള സർ, ഫസ്റ്റ് മലയാളി. ഓക്കെ, ഫസ്റ്റ് മലയാളി ടു പ്ലേ ഫോർ ദ കൺട്രി അവരായിരുന്നു. അജയ് ജഡേജ, എബി കുരുളയൊക്കെ. അപ്പൊ എബി കുരുളയായിരുന്നു എന്റെ കോച്ച്. എന്റെ അല്ല, കേരള ടീമിന്റെ കോച്ച്. ടിനു യോഹന്നാൻ, the first Malayali who played for Kerala Cricket Association and played for the country, was my opening bowling partner. അപ്പൊ അതിന്റെ ആ ഇൻസ്പിറേഷൻ കൊണ്ട് എന്താ എനിക്ക് വേണ്ടേ? ഇഫ് ടിനു ക്യാൻ, ഐ ക്യാൻ. ഇഫ് ഐ ക്യാൻ, എനിബഡി ക്യാൻ. പക്ഷെ ആ എനിബഡി ക്യാൻ ഇതുവരെ ആകെ സഞ്ജു. അതാണ് ടെസ്റ്റ് ചെയ്ത് സഞ്ജു കളിച്ചിട്ടുമില്ല. അതെന്താണ്? ഇന്നലെ ആംബുലൻസ് കിടത്തിട്ടെ. ഇന്നലെ ODI ടീം അനൗൺസ് ചെയ്തേ, കണ്ടില്ലായിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പൊ അത് ഞാൻ വിചാരിച്ചു സഞ്ജു ഒരു ODI ടീമിൽ ഉണ്ടാവും വിചാരിച്ചു. എങ്ങനെ വരും? അല്ല, എനിക്കറിയില്ല എങ്ങനെ വരും. അല്ല, അങ്ങനെ ഞാൻ വിചാരിച്ചു ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചിലപ്പോ സഞ്ജു വന്നിരുന്നെങ്കിലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ആണോ? അവസാനത്തെ ODI മാച്ചിൽ സെഞ്ചുറി നേടിയ ഒരു മനുഷ്യൻ. എന്താണ്? സഞ്ജു ലാസ്റ്റ് കളിച്ച ODIയില് സൗത്ത് ആഫ്രിക്കയിലെ സെഞ്ചുറി നേടിയ ഒരു മനുഷ്യൻ പിന്നെ ഒരു ODI കളിച്ചിട്ടില്ല എന്നുള്ളത്. അതല്ല, രാഹുൽ ദ്രാവിഡ് അല്ലല്ലോ ഇപ്പൊ കോച്ച്? അല്ല, അതായിരിക്കാം. രാഹുൽ ദ്രാവിഡ് അവനെ കഴിഞ്ഞ എന്തോ ഒരു അവാർഡിൽ രാഹുൽ ദ്രാവിഡ് അവനെ വിളിച്ചിട്ടാണ് രാജസ്ഥാൻ റോയൽസ് പോയെന്ന് അവൻ പറഞ്ഞു. അപ്പൊ എന്നോട് ആൾക്കാർ പറഞ്ഞു, അതെന്താ ശ്രീഭായി അവൻ അത് മാറ്റി പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് അവനല്ലേ മാറ്റി പറഞ്ഞേ, അപ്പൊ അവനല്ലേ ഇപ്പൊ താരം, അപ്പൊ അവന്റെ ആണല്ലേ സത്യം. അപ്പൊ എന്നോട് പറഞ്ഞു, അല്ല അവൻ തന്നെയാണല്ലോ നേരത്തെ പറഞ്ഞത്, ശ്രീശാന്ത് ചേട്ടനെ 6 അടിച്ചിട്ട് ചേട്ടൻ ഇങ്ങനെ നുണ പറഞ്ഞിട്ടാണ് സഞ്ജുവിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അതും അവനല്ലേ പറഞ്ഞത്. അതല്ലേ ഇപ്പൊ നുണ പറഞ്ഞായിരിക്കും. സത്യം ഇപ്പഴാ പറഞ്ഞത്. ഒരു വേൾഡ് കപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ വേൾഡ് കപ്പ് മത്സരിച്ചിട്ടപ്പോഴാണ് അവന് സത്യം ഓർമ്മ വന്നത്. കേരളത്തിൽ കളിച്ച് കേരള രഞ്ജി ട്രോഫിന്ന് ഡ്രോപ്പ് ആയിരുന്ന സഞ്ജുവിന് സാംസണെ രാജസ്ഥാൻ റോയൽസിന്റെ ട്രയൽസിന് രാഹുൽ ദ്രാവിഡ് ക്യാപ്റ്റനാണ്ട് അന്വേഷിച്ച് രാജസ്ഥാൻ റോയൽസിന് വിളിച്ചു. സഞ്ജു, നീ എവിടെയുണ്ട്? ഒന്ന് വരുമോ പ്ലീസ് എന്നാണ് അവൻ പറഞ്ഞത്. കഴിഞ്ഞ ഒരു ഹിന്ദി ഇന്റർവ്യൂവിൽ. മലയാളം ഇന്റർവ്യൂവിൽ അവൻ പറഞ്ഞത് ഞാനാണ് കൊണ്ടുപോകുന്നത്, ഞാനാണ് കൊണ്ടുപോയെന്നാണ് അവൻ പറയണത്. ഞാൻ ആരെയും കൊണ്ടുപോയിട്ടില്ലേ. അവരവരുടെ വഴിക്ക്. ഞാനൊരു മെസ്സഞ്ചറാണ് ഇപ്പോഴും. സച്ചിൻ ബേബിയാണ് ആരാണ് ഞാൻ പറയണത്. ദേവി ഇത് ഒരു ഇന്റർവ്യൂവിലും ഞാനാണ് അതാണെന്ന് പറയണ്ട. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ആരെങ്കിലും എന്നോട് പറയും വേറെന്തെങ്കിലും പറയാൻ. അങ്ങനെ മാറ്റി പറയരുത്. ചേട്ടാ എന്ന് വിളിച്ച നാക്കുകൊണ്ട് വിളിക്കരുത്. അതുകൊണ്ട് സഞ്ജുവിനോട് എനിക്ക് പറയാനുള്ളത് പോലെ ഗോഡ് ബ്ലെസ് യു. പിന്നെ ഞാൻ നിനക്ക് തമാശക്ക് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, എടാ കുഴപ്പമില്ലടാ വിട്. ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ വിട്ടു, അതല്ലേ. ഞാൻ അവനെ ഒരു 6-7 കോൾ വിളിച്ച് ഫോൺ എടുത്തില്ല. കുറെ മെസ്സേജ് അയച്ചു, വിളിച്ചില്ല വേൾഡ് കപ്പിന്റെ ടൈമില്. പക്ഷെ അവൻ പറഞ്ഞു അനുസരിച്ചിട്ട് ടെണ്ടുൽക്കർ സംസാരിച്ചു. ടെണ്ടുൽക്കർ, ഞാൻ പറഞ്ഞു ഓക്കെ, ഈ ടെണ്ടുൽക്കറൊക്കെ എന്ന് നീ കണ്ടത് എന്ന് എനിക്ക് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ ഐ എം വെരി ഹാപ്പി ഫോർ ഇറ്റ്. ബട്ട് വന്ന വഴി മറക്കരുത്. ഒന്ന്, അവന്റെ ഇപ്പൊ ഫാൻസൊക്കെ എന്നെ ട്രോളിയും. എനിക്ക് പറയാനുള്ളത് മോനെ, സത്യസന്ധതയോടെ പറയാൻ എനിക്ക് ഇൻട്രസ്റ്റ്. ഓക്കെ, ഐ ഹാവ് ഇമ്മൻസ് റെസ്പെക്ട് ഫോർ ദാറ്റ് ഇൻഡിവിജ്വൽ. കാരണം ഒരിക്കലും എളുപ്പമല്ല ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ ഒരു മലയാളം എന്നുള്ള രീതിയിൽ ഇരുന്ന് ഇത്ര നാളും കളിക്കുക. അവനൊരു യങ്സ്റ്റർ അല്ല. അവൻ 2007 14 വയസ്സായ 15 വയസ്സായി. ഇപ്പൊ സൂര്യവംശി എന്ന് പറഞ്ഞവന്റെ പെർഫോമൻസും സഞ്ജുവിന്റെ പെർഫോമൻസും ആ പ്രായത്തിൽ ഒന്ന് കമ്പയർ ചെയ്യുക. ഓക്കെ, അപ്പൊ മലയാളിക്ക് മനസ്സിലാവും. എന്നിട്ടും കേരള ക്രിക്കറ്റിലും ഒക്കെ ഡ്രോപ്പ് ചെയ്ത സഞ്ജുവിനാണ് രാഹുൽ ദ്രാവിഡ് ഫോൺ ചെയ്ത് രാജസ്ഥാൻ റോയൽസ് വിട്ടത്. മനസ്സിലായില്ലേ? അപ്പൊ പക്ഷെ സഞ്ജുവിനെ രാഹുൽ ദ്രാവിഡ് വിളിച്ചു. പക്ഷെ ഞാനാണ് സച്ചിൻ ബേബിയും, അത് ഞാൻ പ്രൗഡായിട്ട് പറയാം. കാരണം ഇനി സഞ്ജു ഇങ്ങനെ ഹിന്ദി ചാനലിലും ഇംഗ്ലീഷിലും പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് തിരുത്തി പറയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, സച്ചിൻ ബേബിനെയും മനു കൃഷ്ണൻ, നിയാസ്, അങ്ങനെ ജിയാസ്, അങ്ങനെ കുറച്ച് പേരെ ഞാൻ കൊണ്ടുവരുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്ത് അവിടെ കൊണ്ടുപോയി. പക്ഷെ അവർക്ക് എന്തോ സെലക്ഷൻ കിട്ടിയില്ല. സച്ചിൻ ബേബിയുടെ കഥ വേണേ ഞാൻ പറഞ്ഞുതരാം ഉഗ്രനായിട്ട്. സച്ചിൻ ബേബി എന്ന് പറയുന്ന വ്യക്തിയെ
രാഹുൽ ദ്രാവിഡൻ അന്ന് 93 നോട്ട് ഔട്ട് സച്ചിൻ ബേബി ഓപ്പണിംഗ് അടിച്ചു. സഞ്ജു അടിച്ച് 68 80 എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ സച്ചിൻ ബേബി റിട്ടയർ ചെയ്യിപ്പിച്ചു സച്ചിൻ, കാരണം ആ ഒരു പൊസിഷനിൽ അവിടെ പ്ലേയേഴ്സിന് ആവശ്യമില്ലാത്തതുകൊണ്ട്. പക്ഷെ ഞാൻ ലിറ്ററലി രാഹുൽ ദ്രാവിഡിനെ കാലൊടിച്ച് ലിറ്ററലി പറഞ്ഞിട്ടാണ് രാഹുൽ ദ്രാവിഡ് പറഞ്ഞു, എന്റെ പൊന്നു ശ്രീ, വൺ ഗൈ ഈസ് ബീൻ സെലക്ടഡ്, നൗ അറ്റ്ലീസ്റ്റ് ഡോണ്ട് ആസ്ക്. മലയാളി സൗത്തിൽ നിന്ന് ഞങ്ങൾ ഓൾറെഡി രാജസ്ഥാൻ റോയൽസിൽ ആരും എടുത്തിട്ടില്ല, നീ മാത്രമേ ഉള്ളൂ. ഓൾറെഡി നിന്റെ സഞ്ജു വന്നിട്ടുണ്ടല്ലോ, സോറി എന്റെ അല്ല, അവൻ സഞ്ജുവിനെ രാഹുൽ ദ്രാവിഡ് സെലക്ട് ചെയ്തു. രാഹുൽ ദ്രാവിഡ് വിളിച്ച് രാഹുൽ ദ്രാവിഡ് സെലക്ട് ചെയ്തു പയ്യൻ, അവനും വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സച്ചിൻ ഒരു വർഷം കളിക്കട്ടെ, അവൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കൊല്ലം എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അടുത്ത കൊല്ലം എന്ന് പറഞ്ഞാൽ ഈ വിജയസാരിൽ പെർഫോം ചെയ്താൽ ഞങ്ങൾ എടുക്കുമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇല്ല, സഞ്ജു ഉണ്ടല്ലോ, സച്ചിനെ ഇപ്പൊ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന രീതിയിൽ അവർ പറയുകയാണ്. രാഹുൽ ദ്രാവിഡ് സഞ്ജുവിന്റെ കൂട്ടുകാരനെ, സാറ്, ബ്രദർ, സോറി മാനേജർ, ബ്രദർ എല്ലാം. ഞാൻ പറഞ്ഞു ഓക്കെ രാഹുൽ ഭായ്. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ ഈ സെലക്ഷനെല്ലാം കഴിഞ്ഞ് പോകുന്ന നേരത്ത് ബാംഗ്ലൂർ ആയിരുന്നു താമസിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞാൻ ആ സെയിം ഫ്ലൈറ്റിലുണ്ട്. അപ്പൊ ഞാൻ രാഹുൽ ദ്രാവിഡിന്റെ അടുത്ത് തന്നെ ഇരിക്കാൻ ടിക്കറ്റ് ഒക്കെ മേടിച്ചു, കാരണം സച്ചിൻ എങ്ങനെയും ടീമിൽ കയറണം. കാരണം ഉഗ്രൻ ബാറ്റ്സ്മാൻ, ഉഗ്രൻ പ്ലെയർ, വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക് എത്തിക്സ്. ഒരു ഒറ്റ സൈഡ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അവൻ ആ കൊല്ലം എന്റെയും 12 സർജറി എന്റെ കമ്പാക്ക് ആയിരുന്നു 2012-13. ആ 13 ഈ ലാസ്റ്റ് 4 രഞ്ജി ട്രോഫി മാച്ചിൽ സച്ചിൻ ബേബി വാസ് നോട്ട് ഇൻ ദ 11. പക്ഷെ അവന്റെ വർക്ക് എത്തിക്സ് സൂപ്പർ, അത് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് അവനെ സെലക്ഷൻ കൊണ്ടുപോകണത്. വൈറ്റ് ബോളിൽ അവൻ കളിക്കണ ഞാൻ 1-2 മാച്ചേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ എന്റെ ക്യാപ്റ്റൻസിനാണ് സച്ചിൻ ബേബിക്ക് ആ ക്യാപ്പ് കൊടുത്തത്. മറ്റേ ക്യാപ്പല്ല, സോറി, ഫസ്റ്റ് എന്റെ ഡെബ്യൂ എന്റെ രഞ്ജി ട്രോഫി എന്റെ ക്യാപ്റ്റൻസിലായിരുന്നു. എന്റെ ലാസ്റ്റ് രഞ്ജി ട്രോഫി അവന്റെ ക്യാപ്റ്റൻസിലായിരുന്നു. അത് വേറെ ലെവലാണ്. അത് പോട്ടെ, ഞാൻ കമ്മിങ് ബാക്ക് ടു, അപ്പൊ രാഹുൽ ദ്രാവിഡിന്റെ അടുത്ത് പറഞ്ഞപ്പോ രാഹുൽ ഭായ് പറഞ്ഞു എന്താന്ന് വെച്ചാ, എന്റെ പൊന്നു ശ്രീ അടുത്തല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഹെഡ്ഫോൺ വെച്ച് കിടന്നുറങ്ങിയിടും. കാരണം ഇനി സച്ചിനെ കുറിച്ച് കേൾക്കാണ്ടിരിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെന്നു നേരെ ടി സി മാത്യു സാറിന്റെ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് പ്രാക്ടീസ്, അല്ല ഇവിടെ സ്റ്റേഡിയത്തിൽ മാച്ച് നടക്കുമ്പോൾ ഞാൻ മാഹിബായിനെയൊക്കെ വിളിച്ചു പറഞ്ഞു ഞാൻ വരുന്നുണ്ട് ബോൾ ചെയ്യാൻ നെറ്റ്സിൽ എന്നൊക്കെ പറഞ്ഞ് ഒരു സെറ്റിംഗ് ഒക്കെ നടത്തി. അശ്വിനെ എല്ലാവരും ഇവിടെ ബോളൊക്കെ ചെയ്ത് നെറ്റ്സിൽ ബോൾ ചെയ്ത് ഞാൻ ഇറാന ട്രോഫിയിലൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കളിച്ച് നേരെ ചെന്നത് മെയിനായിട്ട് എന്തിനാണെന്ന് അറിയും, നേരെ ടി സി മാത്യു സാറായിരുന്നു. സാർ താങ്ക് യു വെരി മച്ച്, വാട്ട് എ ബ്രില്യൻ ഡിസിഷൻ സർ, ഹാറ്റ്സ് ഓഫ്. നേരെ ഡ്രസ്സിംഗ് റൂമിൽ, അല്ല മറ്റേ അവിടെ ടിക്കറ്റ് കൊടുക്കും, ആദ്യത്തെ മാച്ചാണല്ലോ, മറ്റവർക്ക് 15 ടിക്കറ്റ് അങ്ങനെ. അപ്പൊ ഞാൻ ചാടി ചെന്നപ്പോൾ നാളത്തെ കഴിഞ്ഞാണ് ഇവര് കേരള വൺഡേ ടീം ഗോവയിലാണ് നടക്കുന്നത്, വിജയസാരി ടീം അനൗൺസ് ചെയ്യാൻ പോവാ. അപ്പൊ ഞാൻ ചെന്നിട്ട് പറഞ്ഞു സാറേ ടീം എന്തായി, ശ്രീ ടീമൊക്കെ അടിപൊളി, ലീഡ് ചെയ്യില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഞാനല്ല, രോഹനല്ലേ, രോഹനായിരുന്നു ക്യാപ്റ്റൻ, ടോസിന് മാത്രം. രോഹൻ ഒന്നും തോന്നരുത് കേട്ടോ, സത്യം നമ്മൾ എന്തെങ്കിലും പറയണ്ട, രോഹൻ പ്രേമായിരുന്നു ക്യാപ്റ്റൻ. അപ്പൊ 4 മാച്ച് അവൻ ടോസിന് പോകും, ബാക്കിയൊക്കെ ഡിസിഷൻ ഒക്കെ പവർ കൊണ്ടല്ല, ദേവനായിട്ട് എക്സ്പീരിയൻസ് വെച്ച്. ആൻഡ് താങ്ക്സ് ടു രോഹൻ അത് അലോ ചെയ്തല്ലോ. ക്യാപ്റ്റൻ വേറെ പ്രശ്നം ഉണ്ടാക്കില്ല, ഒരു ഇന്ത്യൻ പ്ലെയർ വന്നു ഡിസിഷൻ എടുക്കുമ്പോൾ വേണമെങ്കിൽ ഈഗോ കാണിക്കാമല്ലോ. പക്ഷെ അത് അന്ന് രോഹൻ ഞാനാണ് ക്യാപ്റ്റൻ എന്താ കാണിക്കണമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നോടുള്ള സ്നേഹവും, രോഹൻ ടോസ് ചെയ്യാൻ പോകും, നമ്മളതിനെ ഡിസൈഡ് ചെയ്യും എന്ത് ചെയ്യണം, ബാറ്റ് ചെയ്യണ ബോളിംഗ്. ബിജു സാറായിരുന്നു കോച്ച് എന്ന് പറഞ്ഞാൽ സഞ്ജുവിന്റെ ഫസ്റ്റ് കോച്ച്. സഞ്ജുവിനെ പരിചയപ്പെടുത്തി ബിജു സാറാണ്. ഇപ്പൊ സഞ്ജു എന്നോട് സംസാരിക്കണമെന്ന് അറിയില്ല എനിക്ക്, എന്താണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബിജു സാറ് ഫോറിക്കുക, അതൊക്കെ വേറെ കേസ്, അത് പോട്ടെ, അത് വേറെ, അത് അവരെ. അപ്പൊ ഞാൻ എന്താ പറയണെന്ന് വെച്ചാ, ഈ ദിവസം ഞാനാണ് ടി സി മാത്യു സാറിന്റെ അടുത്ത് പറഞ്ഞത് സാറേ സച്ചിൻ ബേബി ക്യാപ്റ്റൻ ആകും പ്ലീസ്. അപ്പൊ പുള്ളി എടാ അവൻ ടീമിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. സാറേ 15 പേരിൽ അവനുണ്ടായിട്ട് കാര്യമില്ല, ദേവി ഇത് അവനെ ക്യാപ്റ്റൻ ആക്കുക. അപ്പൊ എന്നോട് ചോദിക്കുകയാണ്, ഇറങ്ങാൻ വെയിറ്റ് ചെയ്യാണ്, എന്നോട് പറയാണ് 15 പേരിലുണ്ടല്ലോ ശ്രീ മാനേജ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു സാറേ രാഹുൽ ദ്രാവിഡ്, ഇത് ആർക്കും അറിയാത്ത കഥയാണ്, സച്ചിനെ എളുപ്പം അറിയായിരിക്കും, അറിയില്ല. രാഹുൽ ദ്രാവിഡ് എന്നോട് പ്രത്യേകം പറഞ്ഞാണ് സച്ചിന് ചാൻസ് കൊടുക്കണം. സച്ചിൻ അവിടെ 93 നോട്ട് ഔട്ട് അടിച്ചു, 60 അടിച്ചു. അവൻ കേരളത്തിന് വേണ്ടി 1-2 നല്ല പെർഫോമൻസ് ചെയ്ത വൈറ്റ് ബോളിൽ അവൻ വിരാട് കോഹ്ലി ഓഫ് കേരളയാണെന്നാണ് ഞാൻ രാഹുൽ ദ്രാവിഡിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് വിരാട് കോഹ്ലി ഓഫ് കേരളയാണ് സച്ചിൻ ബേബിയെങ്കിൽ അവന് ഞങ്ങൾ സെലക്ഷൻ കൊടുക്കാൻ പെർഫോം ചെയ്തായിരുന്നു പറഞ്ഞിട്ടുണ്ട്. എനിക്കെന്തോ തോന്നുന്നു ടി സി സർ ഒരു ചാൻസ് സാറ് ഇവനെ ക്യാപ്റ്റൻ ആക്കി ഈ ഒരൊറ്റ സീരീസ് ഒന്നും നഷ്ടപ്പെടാനില്ല, ഞാനുണ്ടല്ലോ, വേഴ്സ്റ്റ് കേസ് സിനാരിയോ നമുക്ക് മാനേജ് ചെയ്തോളാം. അങ്ങനെയാണ് ഈ ഇന്ത്യ കണ്ട കേരളത്തിന്റെ, അല്ലെങ്കിൽ ലോകം കണ്ട കേരളത്തിന്റെ ഏറ്റവും സക്സസ്ഫുൾ ക്യാപ്റ്റൻ ആരാ? സച്ചിൻ ബേബി. അങ്ങനെയാണ് സച്ചിൻ ബേബിയുടെ ക്യാപ്റ്റൻസി തുടങ്ങിയത്.
ആ ക്യാപ്റ്റൻസി ഗോവയിൽ പോയ കൊല്ലാണ് അവൻ പഞ്ചാബിന്റെ എതിരെ 55 ബോളിൽ 110 നോട്ട് ഔട്ട് അടിക്കുകയാണ്. ഓക്കെ. യുവരാജ് സിംഗിന് റിവേഴ്സ് സ്വീപ്പ് 2 6. അത് കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓടി ചെല്ലുകയാണ്. ഇപ്പം ഞാൻ 2 മാച്ച് ബാനാണ്. അതിൻ്റെ കഥ ഞാൻ അകത്ത് പറയാം. ഞാനപ്പോൾ എന്നെ BCCIയും കേരളയും കൂടെ കൂടി എന്നെ തമിഴ്നാടിനെ തോപ്പിച്ച് കഴിഞ്ഞപ്പം ഞാൻ എൻ ശ്രീനിവാസനെ തെറി വിളിച്ചു എന്നും പറഞ്ഞ് കഥയുണ്ടാക്കി ദിനേശ് കാർത്തിക് ഇവരൊക്കെ കൂടി എനിക്ക് 2 അൺഒഫീഷ്യൽ മാച്ച് ബാൻ തന്നു. എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ മാച്ചിൽ അൺഒഫീഷ്യൽ ബാൻ എന്ന് പറഞ്ഞാൽ എന്നെ കളിപ്പിക്കില്ല. 2 അസോസിയേഷൻ ഡിസൈഡ് ചെയ്തു എന്നെ കളിപ്പിക്കില്ല എന്ന് ഡിസൈഡ് ചെയ്തു. കളിപ്പിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ ബാൻ വരും. ടീമിലില്ല, ഞാനൊന്നും ടീം വെക്കണം. ഞാൻ ആ 2 മാച്ച് കളിക്കാണ്ട് ഞാൻ ബാംഗ്ലൂർ തിരിച്ചു പോയി. എന്നിട്ട് ഈ പഞ്ചാബിന്റെ മാച്ചിൽ ഞാൻ ജോയിൻ ചെയ്യണം. കാരണം ആ മാച്ച് അടുത്ത മാച്ച് ഞാൻ ബാൻ മാറുമല്ലോ. അപ്പൊ പഞ്ചാബിന്റെ മാച്ച് പകുതിയായപ്പോൾ ഞാൻ എത്തുന്നു. ഞാൻ നോക്കിയപ്പോൾ സച്ചിൻ ബേബി 110 നോട്ട് ഔട്ട്. അപ്പത്തേനും അവിടെ ആൾക്കാർ, ഞാനാണെങ്കിൽ വേറെ ലെവൽ ഹാപ്പി. മാച്ച് കഴിയുന്നു, നേരെ ഞാൻ ഡ്രസ്സിംഗ് റൂമിൽ കയറി യുവരാജിനോട് ഇപ്പം ഒരു ഗ്ലൗവിൽ സൈൻ ഒക്കെ ഒപ്പിട്ട് സച്ചിൻ ബേബിക്ക് കൊടുക്കും പ്ലീസ്. അപ്പം എൻ്റെ അടുത്ത് നോക്കിയിട്ട് ക്യാ യാർ ഇത്തനായി ഗ്ലൗ എന്നൊക്കെ പറയാം. അപ്പം ഞാൻ പറഞ്ഞു ഒരു പേര് ഗ്ലൗവില്ലേ പറ പ്ലീസ്. എന്നിട്ട് ഞാൻ സച്ചിൻ ബേബിയുടെ പേരിൽ പുള്ളിക്ക് ആ ഗ്ലൗവിൽ ഒപ്പിട്ട് കൊടുക്കണം എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞു യുവിപ്പ ഫോട്ടോ ലെങ്കി എന്ന് പറഞ്ഞിട്ട് യുവിപ്പ അവിടെ നിർത്തിയിട്ട് ഞാൻ ഓടി ചെന്ന് സച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇത് ഇപ്പം അവൻ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഓൾറെഡി അവനോട് പണ്ട് പറഞ്ഞോന്നൊരു ഡൗട്ട് ഉണ്ട്. അന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഓടിച്ചത് സച്ചിനോട് പറഞ്ഞു, സച്ചിൻ യുവിപ്പ വിളിക്കണ്ട എന്നെ. ആടാ നീ എന്താ 2 റിവേഴ്സ് ഇപ്പോൾ 6 അടിച്ചെന്ന് കേട്ടു. ഇതൊക്കെ നേരത്തെ ഇറങ്ങാം കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ ഇല്ല അടിച്ചേട്ടാ ഞാൻ ശരിക്കും ചേട്ടാ. ഞാൻ എടാ ഗ്ലൗ എന്താ വെച്ചേക്കോ നിനക്ക് വരാനായിട്ട്. ആണോ? ഞാനത് വിളിച്ചുകൊണ്ട് പോയി. ആ ഒരു സച്ചിൻ ബേബി ഇല്ലേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ ഈ സ്റ്റോറി പറയാൻ കാരണം മെസ്സഞ്ചറിന്റെ കഥയാണ്. ഞാൻ ആരെ എവിടെയും കൊണ്ടിട്ടില്ല. ഞാൻ എങ്ങോട്ടും ഇനിയും ഞാൻ മെസ്സഞ്ചറേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അവിടെ ചെല്ലുന്നു, എനിക്ക് അതിന്റെ ഒരു ഭാഗമാകാൻ പറ്റി. യുവിപ്പ പുള്ളിക്ക് ഗ്ലൗ കൊടുക്കുന്നു, ഓൾ ദി ബെസ്റ്റ് കൊടുക്കുന്നു. അതിന്റെ അടുത്ത മാച്ച് വീണ്ടും 100. അങ്ങനെ സച്ചിൻ ബേബി ആ കൊല്ലാണ് 2014 ഇന്ത്യയെ കളിച്ച് അവിടേക്ക് എത്തി. ഒരു ഉഗ്രം പെർഫോമൻസ് തുടങ്ങി. അന്ന് തൊട്ട് ഇന്ന് വരെ അവൻ കേരള ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ടില്ല പെർഫോമൻസ് കാരണം. എൻ്റെ അച്ഛന് ഞാൻ എപ്പോഴും എല്ലാ ഇന്റർവ്യൂ കോട്ടയാണ്. എന്താണെന്ന് വെച്ചാൽ മാൻ ഓഫ് വെരി സിമ്പിൾ വേർഡ്സ്. ഇപ്പം അച്ഛനും കുറച്ച് പ്രശ്നങ്ങളാണ് ഹെൽത്തി. അമ്മയ്ക്ക് തേഴ്സ്ഡേക്ക് സർജറിയാണ്. അതൊരു സൈഡ്. സോറി, ഫോൺ അടിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ദുബായ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ലൈഫിൽ you get opportunities. You will get into circumstances where people will talk to you about their problems. You might end up talking to them about your problems to convince them that I also went through that, bro. Don't worry. No. You don't convince anybody saying, I understand you, I feel you. No. That you are putting yourself down. If you are not faced that situation just to make somebody happy, don't do white lies. Because sooner or later, you will be sitting in front of that person telling your story. If this is not happened to you, നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യം നടക്കാത്ത കാര്യം ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞ് ഒരാള് ചെയ്യേണ്ടതില്ല. എടാ ഞാൻ നിന്നെ ശരിക്കും ഫീൽ ചെയ്യണു, ഉറപ്പായിട്ടും എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ. പക്ഷെ എൻ്റെ ഒരു ബിലീഫ് സിസ്റ്റം ഇതാണ്, ഇതിലും അറിയില്ലേ, ദിസ് ടു ഷാൽ പാസ്. അല്ലാണ്ട് ഞാൻ ഇതിൽ കൂടെ കടന്നു പോയതാടാ, നീ പേടിക്കണ്ടാ. അത് പറയുമ്പോൾ നമ്മൾ അറിയാണ്ട്, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ യൂണിവേഴ്സ് 5 years from now I will play for the country. ഞാൻ അത് എപ്പോഴും ബ്ലൂവിൽ വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരുന്ന പറഞ്ഞാൽ ദാറ്റ് ഇസ് എ ഡിഫറെന്റ് വേ ഓഫ് തിങ്കിങ്. ഞാനതിപ്പോ നിങ്ങളോട് കഥ പറയുമ്പം സിമ്പതിക്ക് വേണ്ടിയല്ല കഥ പറയുന്നത്. നമ്മൾ പറയുന്നത് ഐ ഹാവ് എംപത്തി ടുവേർഡ്സ് യു എന്ന് പറയണം. ഐ ആം നോട്ട് സിമ്പത്തറ്റിക് ടുവേർഡ്സ് യു. You're truly empathetic. Yes. Everybody. I think the biggest quality a person can have is kindness. But kindness will come only if you are empathetic. I agree. You need to have empathy to listen. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാനിപ്പോഴും എപ്പോഴും എന്നും പറയുന്ന ഒരു കാര്യം, എന്തുവേണേ ആയിക്കോട്ടെ, ടച്ച് യുവർ സെൽഫ്, ഫീൽ, ഓക്കെ, ബ്രീത്തിങ്, ഓ ഐ ക്യാൻ സീ, ഐ ക്യാൻ സ്മെൽ, വാവ്, സ്റ്റിൽ അലൈവ്. ഗ്രേറ്റ്. നോ, ജെന്യുവൻലി ഇത് ഈ ഒരു ഫീലിംഗ് നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ, മാറ്റിയാൽ, ഇഫ് ഔട്ട്സൈഡ് വേൾഡ് ഇസ് വാട്ട് ഈസ് ബിൽഡിംഗ് യു, യു വിൽ ഗെറ്റ് ഡിസ്ട്രോയ്ഡ്. This is, said, I will be very honest. ഞാൻ
I never expected you to open up like this. ഞാൻ എന്റെ വേറെ കാര്യം പറയട്ടെ, ഞാൻ മോനോട് സംസാരിക്കാൻ സമ്മതിക്കണില്ല. No problem. ഞാൻ ഇതുപോലെയാണ്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ സച്ചിന് ആര് വന്നാലും ഇപ്പൊ മനസ്സിലാവും, ഞാൻ ഇതുപോലെയാണ് ഇപ്പൊ ആര് വന്നാലും വീട്ടില്. ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ you should never promote alcohol or smoking or whatever. Whenever we have a chill time, Be open and be good. I don't talk. We don't talk people. Now we'll continue in this cafe. Yes. We'll meet Sachin there. സച്ചിൻ ഉണ്ടോ? പിന്നെ ഇത്രയും മുക്കി പറഞ്ഞത് അതുകൊണ്ടല്ലോ മുക്കി പറഞ്ഞത്.